ഹായ് ഹലോ എല്ലാവർക്കും പെർസെൻറ്റേജ് എന്ന ചാപ്റ്ററിൻ്റെ ശതമാനം എന്ന ചാപ്റ്ററിൻ്റെ ഫസ്റ്റ് പാർട്ട് വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ പേര് ജോസ് കാപ്പൻ. എപ്പോഴും മുന്നോട്ടുള്ള ചാപ്റ്ററിൻ്റെ ബേസ് ആണ് പെർസെൻറ്റേജ്. അതായത് പെർസെൻറ്റേജിൻ്റെ ബാലൻസ് ആണ് പ്രോഫിറ്റ് ആൻഡ് ലോസിൻ്റെ ചോദ്യങ്ങൾ, പെർസെൻറ്റേജിൻ്റെ ബാലൻസ് ആണ് റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷൻ്റെ ചില ചോദ്യങ്ങൾ, സിമ്പിൾ ഇൻട്രസ്റ്റിൻ്റെ ചോദ്യങ്ങൾ, കോമ്പൗണ്ട് ഇൻട്രസ്റ്റിൻ്റെ ചോദ്യങ്ങൾ. ഇങ്ങനെ ഇനി മുന്നോട്ട് നമ്മൾ പഠിക്കാൻ പോകുന്ന പല ചാപ്റ്ററും പെർസെൻറ്റേജിൽ നിന്ന് തുടങ്ങേണ്ട ചാപ്റ്ററുകളാണ്. അപ്പോൾ ഈ ഒരു ചാപ്റ്റർ ഒരു ബേസിക് ലെവൽ ടോപ്പിക്കാണ്. ഇത് നന്നായിട്ട് മനസ്സിലാവണം. ഏറ്റവും ബേസ് മുതൽ തറവായി പഠിച്ചു പോയാലേ ഇനിയുള്ള ചാപ്റ്ററുകളൊക്കെ നമുക്ക് നന്നായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ നമ്മൾ ഈ ചാപ്റ്റർ തുടങ്ങുമ്പം ഈ ഫസ്റ്റ് പാർട്ട് വീഡിയോയിൽ ഇതിൻ്റെ കുറേ ബേസിക് കാര്യങ്ങളും കൺസെപ്റ്റുകളും കുറേ എളുപ്പമുള്ള ചോദ്യങ്ങളും ഒക്കെയാണ് ചെയ്ത് പഠിക്കുന്നത്. അപ്പം നിങ്ങൾ ഏത് റേഞ്ചിലുള്ളവരാണെങ്കിലും കുഴപ്പമില്ല. നിങ്ങൾക്ക് ഏറ്റവും ബേസ് മുതൽ ഒന്നും അറിയത്തില്ലാത്തവരാണെങ്കിലും സാരമില്ല. എന്താണ് പെർസെൻറ്റേജ് എന്ന് മുതൽ ഏറ്റവും സീറോ മുതൽ വൃത്തിയായിട്ട് ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞു തരുന്നുണ്ട്. അപ്പം നിങ്ങൾക്കത് തീർച്ചയായും ഉപകാരപ്പെടും. നന്നായി ക്ലാസ് മനസ്സിലാവാനും സഹായിക്കും. അപ്പോൾ എല്ലാവരെയും ഒരിക്കൽ കൂടി ഒത്തിരി സ്നേഹത്തോടെ ഇഷ്ടത്തോടെ ഈ ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ എന്താണ് എക്സ് പെർസെൻറ്റേജ് എന്ന് പറഞ്ഞാൽ നമുക്ക് ആദ്യം അവിടുന്ന് തന്നെ തുടങ്ങാം. എന്താണ് എക്സ് പെർസെൻറ്റേജ് എന്ന് പറഞ്ഞാൽ അർത്ഥം? ഒന്നുമില്ല മക്കളെ. എക്സ് പെർസെൻറ്റേജ് എന്ന് പറഞ്ഞാൽ എക്സ് ഡിവൈഡഡ് ബൈ 100 എന്നാണ് അർത്ഥം. എക്സ് പെർസെൻറ്റേജ് എന്ന് പറഞ്ഞാൽ എക്സ് ഡിവൈഡഡ് ബൈ 100 എന്നാണ് അർത്ഥം. അങ്ങനെയെങ്കിൽ 20% എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? 20% എന്ന് പറഞ്ഞാൽ 20 ഡിവൈഡഡ് ബൈ 100 എന്നാണ് അർത്ഥം. അങ്ങനെയെങ്കിൽ 35% എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? 35% എന്ന് പറഞ്ഞാൽ 35 ഡിവൈഡഡ് ബൈ 100 എന്നാണ് അർത്ഥം, അല്ലേ? അങ്ങനെയെങ്കിൽ 70% എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? 70% എന്ന് പറഞ്ഞാൽ 70 ഡിവൈഡഡ് ബൈ 100 എന്നാണ് അർത്ഥം. അപ്പം നമ്മൾ ആദ്യം പഠിക്കുന്ന കൺസെപ്റ്റ് അല്ലെങ്കിൽ റൂള് എന്ന് പറയുന്നത് എക്സ് പെർസെൻറ്റേജ് എന്താണ് എന്നുള്ളതാണ്. എക്സ് പെർസെൻറ്റേജ് എന്ന് പറഞ്ഞാൽ എന്താണെന്നാണ് പഠിച്ചേ? എക്സ് പെർസെൻറ്റേജ് എന്ന് പറഞ്ഞാൽ എക്സ് ഡിവൈഡഡ് ബൈ 100 എന്നാണ് അർത്ഥം. അപ്പോൾ ഇതിൻ്റെ ഒരു ബേസിലാണ് നമ്മൾ ഇനിയുള്ള കുറേ ബേസിക് ചോദ്യങ്ങൾ ചെയ്യുന്നത്. എക്സ് പെർസെൻറ്റേജ് എന്ന് പറഞ്ഞാൽ എക്സ് ബൈ 100 ആണ്. ഇവിടെ നമുക്കിത് വേറൊരു രീതിയിൽ മനസ്സിലാക്കാം. മക്കളെ, ശതമാനത്തിൽ നിന്ന് മാറ്റാൻ, പെർസെൻറ്റേജിൽ നിന്ന് മാറ്റാൻ 100 കൊണ്ട് ഹരിക്കുക എന്നത് പറയാം. നോക്കിയേ, എക്സ് എന്ന സംഖ്യയുടെ എക്സ് ശതമാനം എന്നായിരുന്നല്ലോ സംഖ്യ. എക്സ് ശതമാനത്തിൻ്റെ ശതമാന ചിഹ്നം മാറാൻ ഞാൻ ബൈ 100 അല്ലേ ചെയ്തത്? ആണോ? എക്സിൻ്റെ ശതമാനം മാറാൻ ഞാൻ എന്ത് ചെയ്തു? ബൈ 100 ചെയ്തു. ആണോ? അപ്പോൾ എക്സ് പെർസെൻറ്റേജിൻ്റെ പെർസെൻറ്റേജ് ചിഹ്നം മാറ്റാൻ ബൈ 100 ചെയ്താൽ മതി. അപ്പോൾ ഇതിനെ എനിക്ക് വേറൊരു രീതിയിൽ എഴുതാം. ഇങ്ങനെ എഴുതാം: ശതമാനത്തിൽ നിന്ന് മാറ്റാൻ, അല്ലേ? ശതമാനത്തിൽ നിന്ന് മാറ്റാൻ, ശതമാനത്തിൽ നിന്നും മാറ്റാൻ എന്ത് ചെയ്യണം? ശതമാനത്തിൽ നിന്നും മാറ്റാൻ എന്ത് ചെയ്യണം? 100 കൊണ്ട് ഹരിക്കണം. ശതമാനത്തിൽ നിന്ന് മാറ്റാൻ 100 കൊണ്ട് ഹരിക്കണം. അല്ലെങ്കിൽ പെർസെൻറ്റേജിൽ നിന്ന് മാറ്റാൻ 100 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ഇത് അവിടെ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കൺസെപ്റ്റാണ്. പെർസെൻറ്റേജിൽ നിന്ന് മാറ്റണമെങ്കിൽ ഞാൻ 100 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി, പെർസെൻറ്റേജ് ചിഹ്നം മാറിക്കോളും. അപ്പോൾ ഇത് നല്ല ക്ലിയർ ആണെങ്കിൽ ഇതിൻ്റെ ചോദ്യങ്ങൾ നമുക്ക് പരിചയപ്പെടാം. മക്കളെ, ഫസ്റ്റ് ടൈപ്പ് ചോദ്യം ഇതാണ്. നമ്മുടെ ടൈപ്പ് 1 ചോദ്യം: വിച്ച് ഓഫ് ദ ഫോളോയിങ് ഫ്രാക്ഷൻ ഈസ് ഈക്വൽ ടു 40%? 40% തുല്യമായ ഭിന്നസംഖ്യ ഏതാണ്? അല്ലേ? അപ്പോൾ ചോദ്യം 40% തുല്യമായ ഭിന്നസംഖ്യ ഏത് എന്നതാണ്, അല്ലേ? അപ്പം 40% എന്നത് ശതമാനത്തിൽ നിന്ന് മാറ്റാം. നമുക്കറിയാം, ശതമാനത്തിൽ നിന്ന് മാറ്റാൻ 100 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പം 40 ഡിവൈഡഡ് ബൈ 100 എന്ന് വരും. 20 വെച്ച് വെട്ടിക്കളഞ്ഞാൽ 2 ഡിവൈഡഡ് ബൈ 5 എന്ന് വരും. ശരിയല്ലേ? അപ്പം 40% തുല്യമായ ഭിന്നസംഖ്യ ഏതാണെന്ന് ചോദിച്ചാൽ ആൻസർ 2/5 ആണ്. സോ ഈ ചോദ്യത്തിൻ്റെ ആൻസർ
2/5 ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ഉത്തരവായിട്ട് വരുന്നത്. കണ്ടോ? അപ്പം 40% തുല്യമായ ഭിന്നസംഖ്യ കാണാൻ 40/100 ചെയ്യണം. അപ്പോൾ 2/5 എന്ന് കിട്ടും. അതാണ് 40% തുല്യമായ ഭിന്നസംഖ്യ. ഇനി അത് വേറൊരു രീതിയിലും മനസ്സിലാക്കാം. ഒരു സംഖ്യയുടെ 40% കാണാൻ ആ സംഖ്യേനെ 2/5 കൊണ്ട് ഗുണിച്ചാലും മതി എന്നുകൂടെ ഇത് മനസ്സിലാക്കാം. ഒരു സംഖ്യയുടെ 40% കാണാൻ ആ സംഖ്യയെ ഇൻറ്റു 2/5 ചെയ്താലും മതി എന്ന് മനസ്സിലാക്കാം. അപ്പം 40% തുല്യമായ ഭിന്നസംഖ്യ ഏതാണ്? 2/5 ആണ്. രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് വരാം. നമ്മുടെ രണ്ടാമത്തെ ചോദ്യം, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഫ്രാക്ഷൻ ഈസ് ഈക്വൽ ടു 8%? 8% തുല്യമായ ഭിന്നസംഖ്യ ഏത്? 8% തുല്യമായ ഭിന്നസംഖ്യ കാണാൻ ശതമാന ചിഹ്നം മാറ്റണം. 8നെ 100 കൊണ്ട് ഹരിക്കണം. ശരിയാണോ മക്കളെ? 8നെ 100 കൊണ്ട് ഹരിക്കുമ്പം നമുക്ക് വെട്ടിക്കളയാം. 4 വെച്ച് ഇത് 2 തവണ, 4 വെച്ച് വെട്ടിയാൽ ഇത് 25 തവണ. ശരിയല്ലേ? അതായത് 2/25 എന്ന് വരും അല്ലേ? അപ്പോൾ 8% തുല്യമായ ഭിന്നസംഖ്യ ഏതാ? 2/25 ആണ്. ഇതൊരു മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ ഒരു സംഖ്യയുടെ 8% കാണുന്നതിന് പകരം ആ സംഖ്യയെ 2/25 കൊണ്ട് ഗുണിച്ചാലും മതി എന്നുകൂടെ അതിന് അർത്ഥമുണ്ട്. അപ്പോൾ ഈ ചോദ്യത്തിൻ്റെ ആൻസർ ഓപ്ഷൻ ബി ആണ് കറക്റ്റ്, 2/25. മുന്നോട്ട് പോവാം. അടുത്ത ചോദ്യം, 45% തുല്യമായ ഭിന്നസംഖ്യ ഏത്? വിച്ച് ഓഫ് ദി ഫോളോയിങ് ഫ്രാക്ഷൻ ഈസ് ഈക്വൽ ടു 45%? അപ്പോൾ എനിക്ക് ശതമാനത്തിൽ നിന്ന് മാറ്റണം. ആണോ? 45% തുല്യമായ ഭിന്നസംഖ്യ ശതമാനത്തിൽ നിന്ന് മാറ്റാൻ 100 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ശരിയല്ലേ? 45 ഡിവൈഡഡ് ബൈ 100, 45 ഡിവൈഡ് ബൈ 100. നമുക്ക് 5 വെച്ച് വെട്ടിക്കളയാം. ഇത് 9 തവണ, ഇത് 5 വെച്ച് വെട്ടുമ്പം 20 തവണ. ആൻസർ 9/20 എന്ന് കിട്ടും. അപ്പോൾ 45% തുല്യമായ ഭിന്നസംഖ്യ ഏതാ മക്കളെ? 9/20 ആണ്. അപ്പോൾ ഒരു സംഖ്യയുടെ 45% കാണുന്നതിന് പകരം ആ സംഖ്യേനെ 9/20 കൊണ്ട് ഗുണിച്ചാലും മതി എന്നുകൂടെ അവിടെ അർത്ഥം വരും. മുന്നോട്ട് പോവാം. അടുത്ത ചോദ്യത്തിലേക്ക് വരാം നമുക്ക്. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഡെസിമൽ നമ്പർ ഈസ് ഈക്വൽ ടു 50%? അതായത് 15% തുല്യമായ ദശാംശ സംഖ്യ ഏതാണ്? ഇതാണ് ചോദ്യം. ഓക്കെ, അപ്പോൾ ചോദ്യം ഇതാണ്, 15% തുല്യമായ ദശാംശ സംഖ്യ കാണണം. അപ്പം നമുക്ക് ആദ്യം ശതമാനത്തിൽ പെർസെൻറ്റേജിൽ നിന്ന് മാറ്റണം. പെർസെൻറ്റേജിൽ നിന്ന് മാറ്റാൻ 100 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ 15% എന്ന് പറഞ്ഞാൽ 15 ഡിവൈഡഡ് ബൈ 100 ആണ് അല്ലേ? ഓക്കെ, ഇതിനെ ദശാംശ രൂപത്തിൽ, ഡെസിമൽ രൂപത്തിൽ എഴുതുമ്പം ഒരു സംഖ്യയെ 100 കൊണ്ട് ഹരിക്കാൻ 2 പോയിന്റ് ഇടത്തോട്ട് മാറ്റണം എന്നല്ലേ പഠിച്ചേ? അപ്പോൾ 0.15 എന്നല്ലേ കിട്ടുന്നേ? ഇതിനെ ഭിന്നസംഖ്യയിലാക്കി എഴുതാനാണെങ്കിൽ 5 വെച്ച് വെട്ടിക്കളയാം. 3 തവണ മുകളിൽ, താഴെ 20 തവണ. ആണോ? അപ്പോൾ ഈ 15% എന്നതിനെ നമുക്ക് 2 രീതിയിൽ റെപ്രസെൻ്റ് ചെയ്യാം. ഇതാണ് അതിൻ്റെ ദശാംശ വാല്യൂ, ഇതാണ് അതിൻ്റെ ഫ്രാക്ഷണൽ വാല്യൂ. ദശാംശ രൂപത്തിൽ എഴുതുമ്പോൾ 0.15 എന്ന് വരും. ഭിന്നസംഖ്യാ രൂപത്തിൽ എഴുതുമ്പോൾ 3/20 എന്ന് വരും. ആണോ? അപ്പം നമ്മുടെ ആൻസർ 0.15 ദശാംശ രൂപത്തിൽ എഴുതാനാണ് അവർ പറഞ്ഞേക്കുന്നത്. സോ നമ്മുടെ ആൻസർ ഓപ്ഷൻ ബി ആണ് മക്കളെ, 0.15 ആണ് കറക്റ്റ് ഉത്തരം. വിച്ച് ഡെസിമൽ നമ്പർ ഈസ് ഈക്വലൻ ടു 6%? 6% തുല്യമായ ദശാംശ സംഖ്യ. 6% തുല്യമായ ദശാംശ സംഖ്യ കാണാൻ 6% എന്ന് പറഞ്ഞാൽ 6 ഡിവൈഡഡ് ബൈ 100 എന്നതാണ്. ശരിയല്ലേ? ഇതിനെ ദശാംശ രൂപത്തിൽ എഴുതുമ്പോൾ 0.06 എന്നാണ് ആൻസർ കിട്ടുന്നത്. ഈ ചോദ്യത്തിൻ്റെ ഉത്തരവായിട്ട് നമുക്ക് വരുന്നത് ഓപ്ഷൻ സി കറക്റ്റ് ഉത്തരം. അടുത്ത ചോദ്യത്തിലേക്ക് വരാം. ചോദ്യം, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഫ്രാക്ഷൻ ഈസ് ഈക്വൽ ടു 0.6% അല്ലേ? 0.6% തുല്യമായ ഭിന്നസംഖ്യ. 0.6% എന്ന് പറഞ്ഞാൽ ഏത് ഭിന്നസംഖ്യയ്ക്ക് തുല്യമാണ് എന്നതാണ് ചോദ്യം. ആണോ? അപ്പോൾ ആദ്യം പെർസെൻറ്റേജ് ചിഹ്നം മാറ്റാൻ 0.6 ബൈ എന്ത് ചെയ്യണം? 100/100 ചെയ്താൽ പെർസെൻറ്റേജ് ചിഹ്നം മാറിക്കോളും അല്ലേ? ഇനി മുകളിലത്തെ പോയിന്റ് കളയാൻ ഞാൻ മുകൾ വശത്തും 10 കൊണ്ട് ഗുണിച്ചു, താഴ്വശത്തും 10 കൊണ്ട് ഗുണിച്ചു.
അപ്പം മുകളിൽ 0.6 ഇൻറ്റു 10 6 എന്നായി, താഴെ 100 ഇൻറ്റു 10 1000 എന്നുമായി. 6 ഡിവൈഡഡ് ബൈ 1000 എന്ന് വന്നു. ഇനി നമുക്ക് വെട്ടിച്ചെറുതാക്കാം മക്കളെ. വെട്ടിച്ചെറുതാക്കുമ്പോൾ 2 വെച്ച് വെട്ടിക്കളയുവാണെങ്കിൽ ഇത് 3 തവണ, 2 വെച്ച് വെട്ടിക്കളയുവാണെങ്കിൽ ഇത് 500 തവണ. സോ 3 ഡിവൈഡഡ് ബൈ 500 എന്നാണ് കിട്ടുന്നത്. ഈ 0.6% തുല്യമായ ഭിന്നസംഖ്യ. നമ്മുടെ ആൻസർ 3 ഡിവൈഡഡ് ബൈ 500 എന്ന് വരും. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ഉത്തരമായിട്ട് വരുന്നത്. മുന്നോട്ട് പോവാം. നമ്മുടെ അടുത്ത ചോദ്യം പരിചയപ്പെടാം. 0.08% തുല്യമായ ഭിന്നസംഖ്യ ഏത്? ശരിയല്ലേ? 0.08% തുല്യമായ ഭിന്നസംഖ്യ. യെസ്, നമുക്കറിയാം പെർസെൻറ്റേജ് ചിഹ്നം മാറ്റാൻ 100 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. 0.08 ഡിവൈഡഡ് ബൈ 100 എന്നാണ് വരുന്നത്. ആണോ? ഇനി നമുക്കറിയാം ഈ ദശാംശ സ്ഥാനം 2 കൊണ്ട് കളയാൻ മുകളിലും 100 കൊണ്ട് ഗുണിച്ചു, താഴെയും 100 കൊണ്ട് ഗുണിച്ചു അല്ലേ? അപ്പം മുകളിൽ 8 എന്ന് വന്നു, താഴെ വന്നത് 10,000 എന്നതാണ് അല്ലേ? നമുക്കറിയാം നമുക്ക് വെട്ടിക്കളഞ്ഞ് ചെയ്യാൻ പറ്റും. സോ വെട്ടിക്കളയുമ്പോൾ ആദ്യം 4 വെച്ചങ്ങ് വെട്ടിക്കളയാം. ഇത് 2 തവണ 4 വെച്ച് വെട്ടിയാൽ 100ൽ 4 25 2500 എന്ന് വരും. ഓക്കെ, വീണ്ടും നമുക്ക് 2 വെച്ചങ്ങ് വെട്ടിക്കളയാം. അപ്പം മുകളിൽ 1 എന്നും താഴെ 1250 എന്നും കിട്ടും. സോ നമ്മുടെ ആൻസർ 1 ഡിവൈഡഡ് ബൈ 1250 എന്ന് കിട്ടും. ഓപ്ഷൻ ഏതാണ് കറക്റ്റ്? ഓപ്ഷൻ ബി കറക്റ്റ് ഉത്തരം. ഓപ്ഷൻ ബി കറക്റ്റ് ഉത്തരം. 1 ഡിവൈഡഡ് ബൈ 1250. മക്കളെ, നമ്മുടെ ക്ലാസ് കാണുന്നതിലെ എല്ലാ റേഞ്ചിലുമുള്ള കുട്ടികളുണ്ട്. നമ്മൾ തുടക്കത്തിൽ ഈ മാത്സ് നല്ല ബുദ്ധിമുട്ടുള്ള കുട്ടികളെ ആയിരിക്കും കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. ഇനി ഈ ചാപ്റ്റർ ഇങ്ങനെ മുന്നോട്ട് പോകുമ്പം ഇതിൻ്റെ ചോദ്യങ്ങളുടെ റേഞ്ച് കൂട്ടി 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 നമ്മൾ കൊണ്ടുവരും. ലാസ്റ്റ് ഭാഗമൊക്കെ ആകുമ്പോൾ അത്യാവശ്യം റേഞ്ച് കൂടിയ ചോദ്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യും. എപ്പോഴും തുടക്കം മുതൽ ഒരു ട്രാക്കിൽ വന്നാലേ ഞാൻ ബുദ്ധിമുട്ടുള്ള കണക്കുകൾ പറയുമ്പോൾ മനസ്സിലാവത്തുള്ളൂ. അപ്പം നമ്മുടെ ക്ലാസ് കാണുന്നതിൽ അത്യാവശ്യം മാത്സ് ഒക്കെ ചെയ്യുന്ന കൂട്ടുകാരും കാണും. പക്ഷേ എനിക്കിതിൻ്റെ ബേസും കൺസെപ്റ്റും കുറേ സിമ്പിൾ ചോദ്യങ്ങളൊക്കെ ചെയ്ത് എല്ലാ കൂട്ടുകാരെയും ഒരേ റേഞ്ചിലേക്ക് എത്തിച്ചാലേ എനിക്ക് ടഫായിട്ടുള്ള ക്വസ്റ്റ്യൻസ് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പം നിങ്ങൾക്ക് ബോറടിക്കുന്നുണ്ടെങ്കിൽ സാരമില്ല, ഒന്ന് ശ്രദ്ധിച്ച് മനസ്സിലാക്കുക. എന്ത് ബോറടിച്ചാലും കുറേ കൺസെപ്റ്റുകൾ നിങ്ങൾക്ക് ക്ലിയർ ആകും, കുറച്ചുകൂടെ കാര്യങ്ങൾക്ക് ഒരു വ്യക്തത വരും, ഇതിനൊക്കെ അത് ഹെൽപ്ഫുൾ ആകും. അപ്പോൾ കുറച്ച് ചോദ്യങ്ങൾ ബേസിക് ആയിട്ടുള്ള ചെയ്തിട്ട് നമുക്കിതിലെ നല്ല ബുദ്ധിമുട്ടുള്ള ചോദ്യങ്ങൾ ഉൾപ്പെടുത്തി പഠിക്കാം കേട്ടോ. അപ്പോൾ എല്ലാവരും ഒരേ റേഞ്ചിലും ഒരേപോലെ എത്താനും അത് സഹായിക്കും. അതിനാണ് കേട്ടോ. അപ്പോൾ ഇപ്പം നിങ്ങൾ സഹകരിക്കുക. ശരി, ആൻസർ 1/1250 ആണ്. മുന്നോട്ട് പോവാം. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് വരാം. ചോദ്യം, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് ഈക്വൽ ടു 2/3% അല്ലേ? 2/3% തുല്യമായത് ഏത്? 2/3% തുല്യമായത് ഏത്? എനിക്കറിയാം ശതമാന ചിഹ്നം പെർസെൻറ്റേജ് സൈൻ മാറ്റാൻ 100 ചെയ്യണം. അപ്പോൾ 2/3 ഓൾ ഡിവൈഡഡ് ബൈ 100 എന്നെഴുതി. ശരിയല്ലേ? പെർസെൻറ്റേജ് ചിഹ്നം മാറാൻ 100 കൊണ്ട് ഡിവൈഡ് ചെയ്യണമെന്ന് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ 2 ഡിവൈഡഡ് ബൈ 3 നമുക്കറിയാം ഹരിക്കാനുള്ള നിയമം താഴെ കിടക്കുന്നതിനെ തിരിച്ചിട്ട് ഗുണിക്കണം. അപ്പം 100/1 എന്നുള്ളത് 1/100 എന്നായിട്ട് മാറും. ശരിയല്ലേ? ഈ 2ഉം 100ഉം വെട്ടിപ്പോയി 50 തവണ. സോ ആൻസർ 1 ഡിവൈഡഡ് ബൈ 150 എന്നാണ് കിട്ടുന്നത്. 1 ഡിവൈഡഡ് ബൈ 150 എന്നാണ് കിട്ടുന്നത്. ഓപ്ഷൻ ബി ആണ് നമ്മുടെ കറക്റ്റ് ഉത്തരം. മുന്നോട്ട് അടുത്ത ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ഈക്വൽ ടു 5/6%? 5/6% തുല്യമായതേത്? പെർസെൻറ്റേജ് ചിഹ്നം മാറ്റാൻ 5/6 ഓൾ ഡിവൈഡഡ് ബൈ 100 എന്നെഴുതാലോ. നമുക്കറിയാം ഹരിക്കാനുള്ള നിയമം താഴെ കിടക്കുന്നതിനെ തിരിച്ചിട്ട് ഗുണിക്കണം. അപ്പോൾ 5/6 അങ്ങനെ തന്നെ എഴുതി. 100 തിരിഞ്ഞ് വരുമ്പോൾ 1/100 എന്നാകും അല്ലേ? 5ഉം 100ഉം വെട്ടിക്കളയാം, 20 ആണോ? സോ 1 ഡിവൈഡഡ് ബൈ 120 എന്നാണ് കിട്ടുന്നത്. ഈ ചോദ്യത്തിൻ്റെ ആൻസർ 1 ഡിവൈഡഡ് ബൈ 120 ആണ്. 1 ഡിവൈഡഡ് ബൈ 120 ആണ്. മുന്നോട്ട് പോവാം അടുത്ത ചോദ്യത്തിലേക്ക്. 8 1/3% തുല്യമായത് കണ്ടുപിടിക്കണം. ശരിയാണോ? ചോദ്യം 8 1/3% തുല്യമായത്.
8 1/3% തുല്യമായത് കണ്ടുപിടിക്കണം. എനിക്കറിയാം ഇതൊരു മിശ്ര ഭിന്നമാണ്, മിക്സഡ് ഫ്രാക്ഷൻ. ആദ്യം ഇതിനെ വിഷമ ഭിന്നത്തിലേക്ക്, ഇംപ്രോപ്പർ ഫ്രാക്ഷനിലേക്ക് മാറ്റണം. അതിന് 8 3 ഗുണിച്ച് 24, 1 കൂട്ടി 25/3 ആണത്. ആണോ? 25/3% ആണത്. അപ്പോൾ 8 1/3% എന്ന് പറഞ്ഞാൽ 25/3% ആണ്. ഇനി ഇതിൻ്റെ പെർസെൻറ്റേജ് ചിഹ്നം മാറ്റാൻ ബൈ 100 ചെയ്യാം. അപ്പോൾ 25/3 ഓൾ ഡിവൈഡഡ് ബൈ 100. ഇത് പെർസെൻറ്റേജ് ചിഹ്നം മാറാൻ ചെയ്തതാണ്. ഇനി ഹരിക്കാനുള്ള നിയമം താഴെ കിടക്കുന്നതിനെ തിരിച്ചിട്ട് ഗുണിക്കണം. അപ്പോൾ 25/3 അങ്ങനെ തന്നെ എഴുതി. 100 എന്നുള്ളത് തിരിഞ്ഞു വന്നു, അത് 1/100 എന്നായി. ശരിയല്ലേ? ഇനി നമുക്കറിയാം വെട്ടിച്ചെറുതാക്കാൻ പറ്റും. 25ഉം 100ഉം വെട്ടിക്കളയാം. ഇത് 4 തവണ. സോ നമ്മുടെ ആൻസർ 1/3 × 4 12. 1/12 എന്നാണ് കിട്ടുന്നത്. സോ 1/12 എന്ന് പറയുമ്പം ഓപ്ഷൻ എ കറക്റ്റ് ഉത്തരം. എന്താണ് ടൈപ്പ് 2 ചോദ്യങ്ങൾ എന്ന് മനസ്സിലാക്കാം. നമ്മൾ മുമ്പേ പഠിച്ചു, പെർസെൻറ്റേജിൽ നിന്ന് മാറ്റാൻ 100 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. എക്സ് പെർസെൻറ്റേജ് എന്ന് പറഞ്ഞാൽ x/100 ആണെന്ന് മനസ്സിലാക്കി. ഇവിടെ അതിൻ്റെ വിപരീതം, പെർസെൻറ്റേജിലേക്കാക്കാൻ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. പെർസെൻറ്റേജിൽ നിന്ന് മാറ്റാൻ നമ്മൾ ഡിവൈഡഡ് ബൈ 100 ചെയ്തേ. പെർസെൻറ്റേജിലേക്കാക്കാൻ നമ്മൾ ചെയ്യേണ്ടത് ഇൻറ്റു 100 ആണ്. ചോദ്യം നോക്കിക്കേ. 4/5 എന്നത് എത്ര ശതമാനമാണ്? വാട്ട് പെർസെൻറ്റേജ് ഡസ് ദ ഫ്രാക്ഷൻ 4/5 റെപ്രസെൻറ്റ് എന്ന് പറഞ്ഞാൽ 4/5 എന്ന് പറയുന്നത് എത്ര പെർസെൻറ്റേജ് ആണെന്ന ചോദ്യം. അപ്പോൾ ഈ 4/5നെ എന്തിലേക്ക് മാറ്റണം? പെർസെൻറ്റേജിലേക്ക് മാറ്റണം. ഓർക്കുക, പെർസെൻറ്റേജിലേക്ക് മാറ്റാൻ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ 4/5 എത്ര ശതമാനമാണെന്നറിയാൻ 4/5 × 100 ചെയ്താൽ മതി. 4/5 × 100 ചെയ്യുമ്പം ഈ 5ഉം ഈ 100ഉം വെട്ടിപ്പോകും. 20 4 × 20 ആൻസർ 80% എന്ന് കിട്ടും. 80%. അപ്പോൾ 4/5 എന്നത് എത്ര പെർസെൻറ്റേജ് ആണെന്നറിയാൻ 100 കൊണ്ട് ഗുണിക്കണം. ആൻസർ 80% എന്ന് മനസ്സിലാക്കാം. ഓപ്ഷൻ ബി ആണ് ഉത്തരവായിട്ട് വരുന്നത്. അപ്പോൾ നിങ്ങൾ സൈഡിൽ അടുത്ത റൂളായിട്ട് നോട്ടായിട്ട് എഴുതി വെച്ചേ. പെർസെൻറ്റേജിലേക്കാക്കാൻ, ശതമാനത്തിലേക്കാക്കാൻ 100 കൊണ്ട് ഗുണിക്കുക. ശതമാനത്തിലേക്കാക്കാൻ എന്ത് ചെയ്യണം? ശതമാനത്തിലേക്കാക്കാൻ 100 കൊണ്ട് ഗുണിക്കുക. 100 കൊണ്ട് ഗുണിക്കുക. ശതമാനത്തിലേക്കാക്കാൻ 100 കൊണ്ട് ഗുണിക്കുക. അതൊന്ന് എഴുതി വെക്കണം. ശതമാനത്തിലേക്കാക്കാൻ 100 കൊണ്ട് ഗുണിക്കുക. മുമ്പേ നമ്മൾ പഠിച്ചത് ശതമാനത്തിൽ നിന്ന് മാറ്റാൻ 100 കൊണ്ട് ഹരിക്കുക എന്നാണ്. ഇത് ശതമാനത്തിലേക്കാക്കാൻ 100 കൊണ്ട് ഗുണിക്കുക കേട്ടോ. അതൊരു നോട്ട് പോലെ, ഒരു കൺസെപ്റ്റ് പോലെ ഒന്ന് എഴുതി വെച്ചേക്കണം. അപ്പോൾ കാര്യങ്ങൾ കുറച്ചുകൂടെ വ്യക്തമാവും. ഇങ്ങനെ ഏറ്റവും ചെറിയ കാര്യങ്ങൾ മുതൽ വൃത്തിയായി പഠിച്ചു പോയി കഴിയുമ്പം ബുദ്ധിമുട്ടുള്ള ചോദ്യങ്ങൾ വരുമ്പോൾ, പ്രത്യേകിച്ച് പ്രോഫിറ്റ് ആൻഡ് ലോസിലും ഒക്കെ ടഫായിട്ടുള്ള ചോദ്യങ്ങൾ വരുമ്പം അതിൻ്റെ ബേസ് റൂട്ട് നിങ്ങൾക്ക് അറിയാൻ പറ്റും. അതിന് ബേസിക് കൺസെപ്റ്റ് അറിയാൻ പറ്റും. അപ്പോൾ അത് കുറച്ചുകൂടെ മനസ്സിലാക്കാനും ചെയ്യാനും എളുപ്പമുണ്ട്. മുന്നോട്ട് പോവാം. അടുത്ത ചോദ്യം, 7/20 എങ്ങനെ ശതമാനത്തിൽ എഴുതാം? അപ്പോൾ 7/20 എന്നത് എത്ര ശതമാനമാണ് എന്നല്ലേ ചോദ്യം. ഇതിനെ ശതമാനത്തിലേക്കാക്കാൻ 100 കൊണ്ട് ഗുണിക്കണം എന്നല്ലേ നമ്മൾ പഠിച്ചേ. അപ്പോൾ 7/20 × 100. മക്കളെ, അങ്ങനെയാണെങ്കിൽ ഈ 20യും 100ഉം വെട്ടിക്കളയാം. 5 × 7 × 5 35% ആണ്. അപ്പോൾ 7/20 എന്ന് പറഞ്ഞാൽ 35% തുല്യമാണ്. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ഉത്തരം, 35%. മുന്നോട്ട് വരാം. അടുത്ത ചോദ്യം, 5/2 എങ്ങനെ ശതമാനത്തിൽ എഴുതാം? ഹൗ ക്യാൻ 5/2 ബി റിട്ടൺ ആസ് പെർസെൻറ്റേജ്? അല്ലേ? അപ്പോൾ 5/2 എന്ന് പറഞ്ഞാൽ എത്ര പെർസെൻറ്റേജ് ആണെന്നല്ലേ ചോദ്യം. സോ 5/2 ഇൻറ്റു എന്ത് ചെയ്യണം? 100. 5/2 × 100 ചെയ്യുമ്പം നമുക്കറിയാം ഇതും വെട്ടിക്കളയാം.
50 ടൈംസ് ആണ്, ശരിയല്ലേ? 50 ടൈംസ്. സോ ആൻസർ 250% എന്ന് കിട്ടും. അപ്പോൾ 5/2 എത്ര പെർസെൻറ്റേജ് ആണെന്നറിയാം, അത് 250% ആണെന്ന് മനസ്സിലാക്കാം. അടുത്ത ചോദ്യം, 0.2 തുല്യമായ ശതമാന രൂപം. അപ്പോൾ 0.2 തുല്യമായ ശതമാന രൂപം. അപ്പോൾ ഇതിനെ ശതമാനത്തിലേക്കാക്കാനല്ലേ, ശതമാനത്തിലേക്കാക്കാൻ, പെർസെൻറ്റേജിലേക്കാക്കാൻ 100 കൊണ്ട് ഗുണിക്കണം എന്നല്ലേ പഠിച്ചേ. 0.2 × 100. എപ്പോഴും ഓർക്കുക, ഒരു സംഖ്യേനെ 100 കൊണ്ട് ഗുണിക്കണമെങ്കിൽ, ഒരു ദശാംശ സംഖ്യേനെ 100 കൊണ്ട് ഗുണിക്കണമെങ്കിൽ 2 പോയിന്റ് വലത്തോട്ട് മാറ്റിയിട്ടാൽ മതി. അപ്പോൾ ഇതിന് 2 പോയിന്റ് വലത്തോട്ട് മാറുമ്പോൾ 0.2 എന്നുള്ളത് 20 ആയി മാറും. അപ്പോൾ ഈ ചോദ്യത്തിൻ്റെ ആൻസർ 20% എന്ന് കിട്ടും. 20%. ഓപ്ഷൻ സി കറക്റ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 0.0125 ഇതിന് തുല്യമായ ശതമാന രൂപം അല്ലേ. വാട്ട് ഈസ് ദ പെർസെൻറ്റേജ് ഫോം ഈക്വലൻ ടു 0.0125? അതായത് ഇതിനെ പെർസെൻറ്റേജിലേക്ക് ആക്കാൻ ചോദിച്ചാൽ ഇതിനെ 100 കൊണ്ട് ഗുണിക്കണം, ശരിയല്ലേ? 100 കൊണ്ട് ഗുണിക്കുമ്പോൾ 2 പോയിന്റ് വലത്തോട്ട് മാറ്റണം, പോയിന്റ് വലത്തോട്ട് മാറ്റണം. 100-ന് 2 0 ആയതുകൊണ്ട് ദശാംശ സംഖ്യയെ 100 കൊണ്ട് ഗുണിക്കുമ്പോൾ 2 പോയിന്റ് വലത്തോട്ട് മാറ്റണം. അപ്പോൾ 1.25% എന്ന് കിട്ടും. 1.25%. നമ്മുടെ ആൻസർ 1.25%. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ഉത്തരം. മുന്നോട്ട്, 2/5 തുല്യമായ ശതമാന രൂപം. അപ്പോൾ ആദ്യം ഇതൊരു മിക്സഡ് ഫ്രാക്ഷൻ ആണ്. ഇതിനെ ഇംപ്രോപ്പർ ഫ്രാക്ഷൻ, വിഷമ ഭിന്നമാക്കണം. സോ 5 × 2 10 + 2 12/5 ആണിത്, ആണോ? ഇനി 12/5 തുല്യമായ ശതമാന രൂപം കാണാൻ ഇതിനെ 100 കൊണ്ട് ഗുണിക്കണം. ശതമാനത്തിലേക്കാക്കാൻ 100 കൊണ്ടല്ലേ ഗുണിക്കണ്ടേ. സോ 5ഉം 100ഉം വെട്ടിക്കളയാം. 20, 12 × 20 240% എന്ന് കിട്ടും. 240%. ഓപ്ഷൻ ഡി കറക്റ്റ് ഉത്തരം, 240%. മുന്നോട്ട്, അടുത്ത ചോദ്യം, 6 3/4 തുല്യമായ ശതമാന രൂപം അല്ലേ. അപ്പോൾ ആദ്യം ഇത് മിക്സഡ് ഫ്രാക്ഷൻ ആണ്, മിശ്ര ഭിന്നമാണ്. ഇതിനെ ഇംപ്രോപ്പർ ഫ്രാക്ഷൻ, വിഷമ ഭിന്നമാക്കണം. അതിന് 6 4 24 + 3 27 മുകളിൽ വരും, താഴെ 4 വരും. ഇനി ഇതിനെ പെർസെൻറ്റേജിലേക്ക് മാറ്റാൻ × 100 ചെയ്യണം, ശരിയല്ലേ? അങ്ങനെ ചെയ്യുമ്പോൾ 4ഉം 100ഉം കൂടെ വെട്ടിക്കളയാം. 25 തവണ എന്ന് കിട്ടും, ശരിയാണോ? 27 × 25 ആണ് നമുക്ക് ഉത്തരവായിട്ട് കിട്ടുന്നത്. സോ എത്ര കിട്ടും നമുക്ക് ആൻസർ? 675 എന്ന് ഉത്തരം കിട്ടും. 675%. നമ്മുടെ ആൻസർ ഓപ്ഷൻ ബി, 675. എന്താണ് ടൈപ്പ് 3യിൽ നമ്മൾ മനസ്സിലാക്കുന്ന കൺസെപ്റ്റ്? ഇവരാദ്യം പറഞ്ഞേക്കുന്നത് 25% ഓഫ് 100 എത്ര എന്നാ ചോദിച്ചേക്കുന്നത് അല്ലേ. 25% ഓഫ് 100 എന്ന് പറഞ്ഞാൽ എന്താ 25%ൻ്റെ അർത്ഥം? 25%ൻ്റെ അർത്ഥം 25/100 ആണെന്നറിയാം അല്ലേ. X% X/100 അല്ലേ. ഇപ്പോൾ 25% 25/100 ഓഫ് എന്ന് പറഞ്ഞാൽ ഗുണിക്കുക എന്നാ, × 100. അപ്പോൾ 25% ഓഫ് 100 എന്ന് പറഞ്ഞാൽ 25/100 × 100 എന്നാണ്. അങ്ങനെ വരുമ്പം ഈ 100ഉം ഈ 100ഉം വെട്ടിപ്പോവും, എനിക്ക് 25 എന്ന് കിട്ടും. അപ്പോൾ എനിക്ക് മനസ്സിലായി 25% ഓഫ് 100 25 ആണ്. അടുത്തത് 40% ഓഫ് 100 എന്നാണ് അടുത്തത്. 40% ഓഫ് 100 ഞാൻ ഇക്വേഷൻ യൂസ് ചെയ്യുമ്പം 40% എന്ന് പറഞ്ഞാൽ 40/100 എന്നാണ് അർത്ഥം, ആണോ? 40/100 × 100 എന്ന് വരും, ശരിയല്ലേ? 100ഉം 100ഉം വെട്ടിപ്പോവും, നമ്മുടെ ആൻസർ 40 എന്ന് കിട്ടും, ശരിയല്ലേ? അപ്പോൾ എന്താ ഇതിൽ നിന്ന് മനസ്സിലാകുന്നത്? 25% ഓഫ് 100 25 ആണ്, 40% ഓഫ് 100 40 ആണ്, 60% ഓഫ് 100 60 ആണ് അല്ലേ, 75% ഓഫ് 100 75 ആണ്, 90% ഓഫ് 100 90 ആണ്, 125% ഓഫ് 100 125 ആണ്, 150% ഓഫ് 100 150 ആണ് അല്ലേ. അപ്പോൾ എനിക്ക് ഇതിൽ നിന്ന് മനസ്സിലായ കാര്യം, X% ഓഫ് 100 X% ഓഫ് 100 എപ്പോഴും X ആയിരിക്കും. ഇതാണ്
ഞാൻ ഇതിൽ നിന്ന് മനസ്സിലാക്കിയ കൺസെപ്റ്റ് എന്താണ്? എക്സ് പെർസെൻറ്റേജ് ഓഫ് 100. എക്സ് പെർസെൻറ്റേജ് ഓഫ് 100 എപ്പോഴും എക്സ് ആയിരിക്കും. അതായത് 100ൻ്റെ എത്ര ശതമാനം കാണാൻ ചോദിച്ചാലും അത് തന്നെയായിരിക്കും ഉത്തരം. 100ൻ്റെ എക്സ് ശതമാനം എപ്പോഴും എക്സ് ആയിരിക്കും. 100ൻ്റെ എത്ര ശതമാനം കാണാൻ ചോദിച്ചാൽ അത് തന്നെയായിരിക്കും അല്ലേ. എക്സ് പെർസെൻറ്റേജ് ഓഫ് 100 എപ്പോഴും എക്സ് ആയിരിക്കും അല്ലേ. 100ൻ്റെ 20% 20, 100ൻ്റെ 40% 40, 100ൻ്റെ 80% 80, 100ൻ്റെ 75% 75. അപ്പം 100ൻ്റെ എത്ര പെർസെൻറ്റേജ് കാണാൻ ചോദിച്ചാൽ 100ൻ്റെ എത്ര പെർസെൻറ്റേജ് കാണാൻ ചോദിച്ചാൽ അത് തന്നെയായിരിക്കും. എക്സ് പെർസെൻറ്റേജ് ഓഫ് 100 ഈസ് ഓൾവേസ് എക്സ് ആയിരിക്കും. ഇതാണ് നമ്മളിവിടെ മനസ്സിലാക്കുന്ന ഒരു കൺസെപ്റ്റ്. ശരി, മുന്നോട്ട് പോവാം. അടുത്ത ഒരു കൺസെപ്റ്റ് മനസ്സിലാക്കാം. 100% ഓഫ് 30 എന്നാണ് ആദ്യം കിടക്കുന്നത് മക്കളെ. 100% ഓഫ് 30, 100% ഓഫ് 30 എന്ന് പറഞ്ഞാൽ എന്താണ്? 100% ഓഫ് 30 എന്ന് പറഞ്ഞാൽ 100%ൻ്റെ അർത്ഥം 100/100 എന്നല്ലേ. x%x/100 ആണെങ്കിൽ 100% വന്നാൽ 100/100. ഓഫ് 30 എന്ന് പറഞ്ഞാൽ ഇൻറ്റു 30 എന്നല്ലേ അർത്ഥം. അപ്പോൾ നമുക്ക് ആൻസർ എത്ര കിട്ടും? 30 എന്ന് കിട്ടും. ആണോ? അപ്പോൾ 100% ഓഫ് 30 30 ആണ്. ശരി, 100% ഓഫ് 45, 100% ഓഫ് 45 ഞാൻ നോക്കിയപ്പം 100% എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? 100/100 അല്ലേ. ഓഫ് 40 എന്ന് 45 എന്ന് പറയുമ്പം ഇൻറ്റു 45 എന്നല്ലേ വരുന്നത്. സോ ഇതിൻ്റെ ആൻസർ എത്ര കിട്ടി? 45 എന്ന് കിട്ടി. ആണോ? അപ്പോൾ എനിക്ക് മനസ്സിലായി 100% ഓഫ് 30 30 ആണ്. 100% ഓഫ് 45 45 ആണ്. 100% ഓഫ് 70 70 ആണ്. 100% ഓഫ് 180 180 ആണ്. 100% ഓഫ് 240 240 ആണ്. 100% ഓഫ് 300 300 ആണ്. ശരിയല്ലേ? അപ്പം ഞാൻ മനസ്സിലാക്കിയ കാര്യം എക്സ് പെർസെൻറ്റേജ് 100% ഓഫ് എക്സ് 100% ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എപ്പോഴും എക്സ് ആയിരിക്കും. അതായത് ഏതൊരു സംഖ്യയുടെയും 100% എന്ന് പറയുന്നത് ആ സംഖ്യ തന്നെ ആയിരിക്കും. ഏതൊരു സംഖ്യയുടെയും 100% എന്ന് പറയുന്നത് ആ സംഖ്യ ആയിരിക്കും. 100% ഓഫ് എ നമ്പർ ഈസ് ഓൾവേസ് ദാറ്റ് നമ്പർ ആയിരിക്കും. ഏതൊരു സംഖ്യയുടെയും 100% എന്നത് എപ്പോഴും ആ സംഖ്യ തന്നെയായിരിക്കും. 500ൻ്റെ 100%, 500. 200ൻ്റെ 100%, 200. 145ൻ്റെ 100%, 145. അപ്പോൾ ഏതൊരു സംഖ്യയുടെ 100% 100% എപ്പോഴും ആ സംഖ്യ തന്നെയായിരിക്കും. അങ്ങനെയാണെങ്കിൽ ഒരു നമ്പറിൻ്റെ 200% എന്ന് പറഞ്ഞാൽ ആ നമ്പറിൻ്റെ ഇരട്ടി ആയിരിക്കില്ലേ അല്ലേ. 50ൻ്റെ 100% 50. അപ്പോൾ 50ൻ്റെ 200% 100 അല്ലേ. 75ൻ്റെ 100% 75. അപ്പോൾ 75ൻ്റെ 200% 75ൻ്റെ ഇരട്ടിയല്ലേ. അപ്പോൾ ഏതൊരു സംഖ്യയുടെയും 200% എന്നത് സംഖ്യയുടെ ഇരട്ടിയാണ്. ഏതൊരു സംഖ്യയുടെയും 300% എന്നത് സംഖ്യയുടെ 3 ഇരട്ടിയാണ്. ഏതൊരു സംഖ്യയുടെയും 400% 400% എന്നത് സംഖ്യയുടെ 4 ഇരട്ടിയാണ്, ഇൻറ്റു 4 ആണ്. ക്ലിയർ അല്ലേ? അങ്ങനെയാണെങ്കിൽ 200% ഓഫ് 350, അതായത് 350ൻ്റെ 200%. 100% 350 തന്നെ. അപ്പോൾ 200% എന്ന് പറഞ്ഞാൽ 700 എന്ന് കിട്ടും. ഇനി 300% ഓഫ് 400, 400ൻ്റെ 300%. 400ൻ്റെ 100% 400 തന്നെ. 300% 3 ഇരട്ടി 1200 എന്ന് വരും. ക്ലിയർ ആണോ മക്കളെ? അപ്പോൾ ഇവിടെ നമ്മൾ പഠിക്കുന്ന കൺസെപ്റ്റ് 100% ഓഫ് എക്സ്, ഏതൊരു സംഖ്യയുടെയും 100% എന്ന് പറയുന്നത് ആ സംഖ്യ തന്നെയായിരിക്കും. ഇനി നമ്മൾ മുന്നോട്ട് വരികയാണ്. അടുത്ത ഒരു കൺസെപ്റ്റ് കാര്യം പഠിക്കാൻ പോവുകയാണ്. ബി പെർസെൻറ്റേജ് ഓഫ് എ, ബി പെർസെൻറ്റേജ് ഓഫ് എ എന്ന് പറയുന്നത് ഇവിടെ 48 ആണെന്ന് തന്നിട്ടുണ്ട്. എങ്കിൽ എ പെർസെൻറ്റേജ് ഓഫ് ബി എത്ര എന്ന് ചോദിച്ചേക്കുന്നത്. ബി പെർസെൻറ്റേജ് ഓഫ് എ എന്ന് പറയുന്നത് എ പെർസെൻറ്റേജ് ഓഫ് ബിക്ക് തുല്യമായിരിക്കും എന്ന് മനസ്സിലാക്കണം. എ പെർസെൻറ്റേജ് ഓഫ് ബിയും ബി പെർസെൻറ്റേജ് ഓഫ് എയും ഓൾവേസ് ഈക്വൽ ആയിരിക്കും. എക്സ് പെർസെൻറ്റേജ് ഓഫ് വൈയും വൈ പെർസെൻറ്റേജ് ഓഫ് എക്സും ഓൾവേസ് ഈക്വൽ ആയിരിക്കും. ഇവിടെ നമുക്കതൊരു നോട്ട് പോലെ എഴുതി വെക്കാനാണെങ്കിൽ എ പെർസെൻറ്റേജ് ഓഫ് ബി
എന്ന് പറയുന്നത് തന്നെയാണ് ബി പെർസെൻറ്റേജ് ഓഫ് എ. രണ്ടും ഒന്ന് തന്നെ. ഇനി എയും ബിയും മാറ്റി എക്സും വൈയിലും പറയുവാണെങ്കിൽ എക്സ് പെർസെൻറ്റേജ് ഓഫ് വൈ എന്ന് പറയുന്നത് തന്നെയാണ് വൈ പെർസെൻറ്റേജ് ഓഫ് എക്സ്. എക്സ് പെർസെൻറ്റേജ് ഓഫ് വൈ എന്ന് പറയുന്നത് തന്നെയാണ് വൈ പെർസെൻറ്റേജ് ഓഫ് എക്സ്. ഇതാണ് നമ്മുടെ അടുത്ത നിയമം, അടുത്ത റൂള്, അടുത്ത മനസ്സിലാക്കേണ്ട ബേസിക് കൺസെപ്റ്റ്. എ പെർസെൻറ്റേജ് ഓഫ് ബിയും ബി പെർസെൻറ്റേജ് ഓഫ് എയും ഈക്വൽ ആയിരിക്കും. അല്ലെങ്കിൽ എക്സ് പെർസെൻറ്റേജ് ഓഫ് വൈയും വൈ പെർസെൻറ്റേജ് ഓഫ് എക്സും ഈക്വൽ ആയിരിക്കും. ഞാൻ ഉദാഹരണം പറഞ്ഞാൽ നിങ്ങൾക്ക് വേഗം മനസ്സിലാവും. മക്കളെ, 20% ഓഫ് 30യും 30% ഓഫ് 20യും ഈക്വൽ ആയിരിക്കും. ശരിയാണോ നോക്കിയേ? എത്രയാണ് 20% ഓഫ് 30? 30ൻ്റെ 20% എന്ന് പറഞ്ഞാൽ നമുക്ക് 6 കിട്ടും. 6 അല്ലേ? 20ൻ്റെ 30% എന്ന് പറഞ്ഞാൽ നമുക്ക് 6 കിട്ടും. രണ്ടും ഈക്വലാ. അപ്പം 20ൻ്റെ 30%വും 30ൻ്റെ 20%വും ഈക്വലാണ്. കണ്ടോ? അടുത്തത് പറയുവാണെങ്കിൽ 15% ഓഫ് 90 എന്ന് പറയുന്നതും എങ്ങനെ പറയാം? 90% ഓഫ് 15 എന്ന് പറയുന്നതും ഈക്വലാണ്. എ പെർസെൻറ്റേജ് ഓഫ് ബി തന്നെയാണ് ബി പെർസെൻറ്റേജ് ഓഫ് എ. ലോജിക്ക് മനസ്സിലായല്ലോ? 15% ഓഫ് 90, അതായത് 90ൻ്റെ 15% എന്ന് പറയുന്നതും 15ൻ്റെ 90% എന്ന് പറയുന്നതും ഒന്ന് തന്നെ. അങ്ങനെയാണെങ്കിൽ ബി പെർസെൻറ്റേജ് ഓഫ് എ 48 ആണെങ്കിൽ എ പെർസെൻറ്റേജ് ഓഫ് ബിയും എന്ത് തന്നെയായിരിക്കും? 48 തന്നെയായിരിക്കും. അപ്പോൾ ഈ ചോദ്യത്തിൻ്റെ ആൻസർ 48 എന്നാണ് കിട്ടുന്നത്. അങ്ങനെയെങ്കിൽ അടുത്ത ചോദ്യത്തിലേക്ക് നമ്മൾ പോകുന്നു. ചോദ്യം 100% ഓഫ് 5 അല്ലേ? 100% ഓഫ് 5 പ്ലസ് 5% ഓഫ് 100, 5% ഓഫ് 100. ഇതിൻ്റെ ഉത്തരം കണ്ടുപിടിക്കണം അല്ലേ? എനിക്കറിയാം, ഏതൊരു സംഖ്യയുടെയും 100% എന്ന് പറഞ്ഞാൽ എന്താ? ആ സംഖ്യ തന്നെയല്ലേ? 100% ഓഫ് 5, 5 × 100%. ഏതൊരു സംഖ്യയുടെയും 100% എന്ന് പറഞ്ഞാൽ ആ സംഖ്യ തന്നെയാണ്. പ്ലസ് ഇനി നമ്മൾ പഠിച്ചു 100ൻ്റെ എത്ര ശതമാനം കാണാൻ ചോദിച്ചാലും അത് തന്നെയായിരിക്കും ഉത്തരം അല്ലേ? 5% ഓഫ് 100, എക്സ് പെർസെൻറ്റേജ് ഓഫ് 100 ഓൾവേസ് എക്സ് ആയിരിക്കും. അപ്പം 100ൻ്റെ 5% എപ്പോഴും 5ന് തുല്യമായിരിക്കും. 5 + 5 നമുക്ക് കിട്ടുന്ന ഉത്തരം 10 എന്നാണ്. അപ്പോൾ ഈ ചോദ്യത്തിൻ്റെ ആൻസർ നമുക്ക് ഓപ്ഷൻ ബി 10 എന്നാണ് കിട്ടുന്നത്. മുന്നോട്ട് മനസ്സിലാക്കാം. അടുത്ത ചോദ്യം 39% ഓഫ് 59 ഓക്കെ പ്ലസ് 41% ഓഫ് 39. ഇതിൻ്റെ ഉത്തരം കണ്ടുപിടിക്കണം. ഇതാണ് നമ്മുടെ ചോദ്യം. ചോദ്യം വ്യക്തമല്ലേ? ഓക്കെ, ഇതിൻ്റെ ഉത്തരം കാണാൻ ശ്രദ്ധിച്ചേ. 1-2 രീതി ചെയ്യാം. ഒന്ന്, ഒരു സിമ്പിൾ ലോജിക്ക് ഞാൻ പറഞ്ഞുതരാം. മക്കളെ, 39% ഓഫ് 59ഉം 41% ഓഫ് 39ഉമാണ്. ഈ സംഭവം നേരെ തിരിച്ചെഴുതാം. കാരണം നമ്മൾ പഠിച്ചു എ പെർസെൻറ്റേജ് ഓഫ് ബി തന്നെയാണ് ബി പെർസെൻറ്റേജ് ഓഫ് എ. അങ്ങനെയെങ്കിൽ 39% ഓഫ് 59 തന്നെയാണ് 59% ഓഫ് 39 അല്ലേ? രണ്ടും ഒന്നല്ലേ? എ പെർസെൻറ്റേജ് ഓഫ് ബി ആണ് ബി പെർസെൻറ്റേജ് ഓഫ് എ എങ്കിൽ 39% ഓഫ് 59 തന്നെയാണ് 59% ഓഫ് 39 പ്ലസ് 41% ഓഫ് 39 അല്ലേ? ഇനി നിങ്ങൾ നോക്കിക്കേ, സിമ്പിൾ. 59%ഉം 41%ഉം കാണണം 39ൻ്റെ. അപ്പോൾ അത് 100% ഓഫ് 39 തുല്യമല്ലേ? 100% ഓഫ് 39, 100% ഓഫ് 39 എപ്പോഴും 39 തന്നെയാണ്. കണ്ടോ? അതായത് ശ്രദ്ധിച്ചേ, 39ൻ്റെ 59%വും 39ൻ്റെ 41%വും കൂട്ടുക എന്ന് പറഞ്ഞാൽ 39ൻ്റെ 100% എന്നല്ലേ? 59% പ്ലസ് 41% എന്ന് പറഞ്ഞാൽ 100% അല്ലേ? സോ 100% ഓഫ് 39 ആണ് ആൻസർ. 59% ഓഫ് 39ഉം 41% ഓഫ് 39ഉം കൂട്ടിയാൽ 100% ഓഫ് 39 കിട്ടും. സോ ആൻസർ 39.
അങ്ങനെ ചെയ്യാം. അപ്പോൾ ഈ ഒരു സംഭവം കാണുമ്പം ഇതിനെ നേരെ തിരിച്ച് എഴുതാൻ അറിഞ്ഞാൽ നമുക്ക് ഈ ഒരു രീതിയിലേക്ക് വേഗം ഉത്തരത്തെ എത്തിക്കാൻ പറ്റും. ഇനി അത് കിട്ടിയില്ലെങ്കിൽ നോർമലി കാൽക്കുലേറ്റ് ചെയ്യുന്ന പോലെ ചെയ്യാം, അതും കുഴപ്പമില്ല. എങ്ങനെയാണ് നോർമലി ചെയ്യുന്നതെന്ന് പറഞ്ഞു തരാം. ഇവിടെ ശ്രദ്ധിച്ച് കേട്ടു. ഞാൻ ഈ ഒരു കാൽക്കുലേഷൻ ഇങ്ങോട്ട് എടുത്ത് എഴുതുവാണേ, ശ്രദ്ധിച്ചോണം. 39% ഓഫ് 59 എന്ന് പറഞ്ഞാൽ 39/100. 39% 39/100 ഇൻറ്റു 59 ആണ്. ശരിയല്ലേ മക്കളെ? പ്ലസ് 41% ഓഫ് 100 എന്ന് പറഞ്ഞാൽ 39 എന്ന് പറഞ്ഞാൽ 41/100 ഇൻറ്റു 39 അല്ലേ? ഇനി നിങ്ങൾ നോക്കിയേ, ഈ രണ്ടിടത്തും കോമൺ ആയിട്ടുള്ളത് എന്താ? ഇവിടെ കണ്ടോ, ഒരു 39/100 കോമൺ ആണ്. ഇവിടെയും ഒരു 39/100 കോമൺ ആണ്. അപ്പോൾ രണ്ട് സ്ഥലത്തു നിന്നും 39/100 പുറത്തെടുക്കാം. 39/100 പുറത്തെടുത്താൽ മക്കളെ ബാക്കി ഇവിടെ എന്തുണ്ട്? ഇവിടെ ഒരു 59ഉം ഇവിടെ ഒരു 41ഉം ബാക്കിയുണ്ട്. സോ 59 പ്ലസ് 41 വരും അല്ലേ? ഓക്കെ. സോ 39 ഡിവൈഡഡ് ബൈ 100 അല്ലേ, ഇൻറ്റു 100 എന്ന് വരും. അപ്പം നമുക്ക് ഈ 2 പൂജ്യം ഈ 2 പൂജ്യം വെട്ടിപ്പോയി. നമ്മുടെ ആൻസർ 39 എന്ന് വരും. 39 അല്ലേ? ഇതാണ് ഈ കണക്ക് നമ്മൾ നോർമലി ചെയ്യുന്ന രീതി. ടൈപ്പ് 4 ചോദ്യങ്ങളുടെ പ്രത്യേകത മനസ്സിലാക്കാം. എന്താണ് ടൈപ്പ് 4ൽ പഠിക്കുന്നതെന്ന് നോക്കിയേ. 25% ഓഫ് 40 എന്ന് പറഞ്ഞാൽ 40ൻ്റെ 25% എത്ര എന്നാണ് അല്ലേ? 25% ഓഫ് 40 എന്ന് പറഞ്ഞാൽ 40ൻ്റെ 25% എത്ര? മക്കളെ, ഇങ്ങനൊരു ചോദ്യം വരുമ്പം നമ്മൾ എങ്ങനെയാണ് ചെയ്യുന്നത്? 25% ഓഫ് 40, 40ൻ്റെ 25%. 25%ൻ്റെ അർത്ഥം 25/100 എന്നാണ്. ആണോ? 25%ൻ്റെ അർത്ഥം 25/100. നമ്മൾ പഠിച്ചു x% ഓഫ് എന്ന് പറഞ്ഞാൽ ഗുണിക്കുക എന്നാ അല്ലേ? 40. ഇതാണ് ഈ കണക്ക് ചെയ്യാനുള്ള ഇക്വേഷൻ അല്ലേ? 25% ഓഫ് 40 ചെയ്യാനുള്ള ഇക്വേഷൻ 25/100 ഇൻറ്റു 40 ആണ്. ഇത് വെട്ടിച്ചെറുതാക്കാം. ഇതും വെട്ടിക്കളഞ്ഞു. 4 തവണ 40/4 നമുക്ക് ആൻസർ 10 കിട്ടി. നോർമലി ഇങ്ങനെയാണ് ഇത് ചെയ്യുന്നത് അല്ലേ? ഇനി 15% ഓഫ് 60, 15% ഓഫ് 60 ചെയ്യണം. ഓക്കെ, എങ്ങനെയാണ്? 15% എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? 15/100 ആണോ? ഓഫ് 60 എന്ന് പറഞ്ഞാൽ ഇൻറ്റു 60 എന്നർത്ഥം അല്ലേ? 15/100 ഇൻറ്റു 60. നമുക്കറിയാം ഈ 15ഉം ഈ 100ഉം 5 വെച്ച് വെട്ടിക്കളയാം. ഇത് 3 തവണ, ഇത് 20 തവണയാണ് അല്ലേ? ഈ 20ഉം ഈ 60ഉം വെട്ടിക്കളയാം 3 തവണ. ശരിയാണോ? സോ നമുക്ക് ആൻസർ കിട്ടും 9 എന്ന്. റെഡി അല്ലേ മക്കളെ? അടുത്തത് 8% ഓഫ് 250 എന്ന് പറഞ്ഞാൽ മലയാളം 250ൻ്റെ 8% കാണുക എന്ന് ആണോ? 250ൻ്റെ 8% കാണാൻ 250 ഇൻറ്റു എന്ന് പറഞ്ഞാൽ ഗുണിക്കുക. 8% എന്ന് പറഞ്ഞാൽ 8/100, 8/100 ശരിയല്ലേ? ഓക്കെ, വെട്ടിച്ചെറുതാക്കാലോ. 250 50 വെച്ച് വെട്ടുമ്പോൾ 5 തവണ, 100 50 വെച്ച് വെട്ടുമ്പോൾ 2 തവണ, 2ഉം 8ഉം വെട്ടിക്കളയാം 4 തവണ, 4 20 എന്നാണ് ഇതിൻ്റെ ഉത്തരം കിട്ടുന്നത്. അറിയാലോ? ഇനി 30% ഓഫ് 360, 30% ഓഫ് 360 കാണണം. എങ്ങനെ ഇക്വേഷൻ യൂസ് ചെയ്യുന്നേ? 30% എന്ന് പറഞ്ഞാൽ 30/100 ആണ്. ഓഫ് എന്ന് പറഞ്ഞാൽ ഗുണിക്കുക എന്നാണ്. 360 അല്ലേ? വെട്ടിക്കളയാം. ഈ ഒരു പൂജ്യവും ഈ ഒരു പൂജ്യവും വെട്ടിക്കളയാം. ഈ ഒരു പൂജ്യവും ഈ ഒരു പൂജ്യവും വെട്ടിക്കളയാം അല്ലേ? സോ 108 എന്ന് കിട്ടും. 3 ഇൻറ്റു 36 108 എന്ന് കിട്ടും അല്ലേ? ഇങ്ങനെയാണ് നോർമലി നമ്മൾ പെർസെൻറ്റേജ് കാണുന്നത് അല്ലേ? 40ൻ്റെ 25% കാണാൻ 40 ഇൻറ്റു 25/100, 60ൻ്റെ 15% കാണാൻ 60 ഇൻറ്റു 15/100, 250ൻ്റെ 8% കാണാൻ 250 ഇൻറ്റു 8/100 അല്ലേ? 360ൻ്റെ 30% കാണാൻ 360 ഇൻറ്റു 30/100. എപ്പോഴും ഈ ശതമാനത്തിൻ്റെ താഴെ 100 എഴുതിയാൽ മതി. കാരണം ശതമാന ചിഹ്നം മാറ്റാൻ 100 കൊണ്ട് ഹരിച്ചാൽ മതി എന്ന് പഠിച്ചിട്ടുണ്ട്. x% x/100. ഓഫ് എന്ന് പറഞ്ഞാൽ അല്ലെ ഇൻഡേ എന്ന് പറഞ്ഞാൽ ഗുണിക്കുക ആണ്. ഇതാണ് ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം.
ഇത്രയും നല്ല ക്ലിയർ അല്ലേ? ആണ്. ഇനി നമ്മൾ എങ്ങനെയാണ് 10%, 1%, 5%, 20%, 30%, 3% ഇങ്ങനെയുള്ളതൊക്കെ മനക്കണക്കായിട്ട് ചെയ്യുന്നതെന്ന് നോക്കുവാണ്. അപ്പം നമ്മൾ തൊട്ട് മുൻപ് ചെയ്ത പോലെ ഇക്വേഷൻ യൂസ് ചെയ്ത് ചെയ്യാം. എന്നാൽ നമുക്ക് വരുന്ന അനേകം ചോദ്യങ്ങൾ മനക്കണക്കായിട്ട് ചെയ്യാൻ പറ്റും. ഇക്വേഷൻ ചെയ്ത് സമയം കളയേണ്ട ആവശ്യമില്ല. കാരണം ഒത്തിരി വലിയ വാല്യൂസ് അല്ലാതെ നമുക്ക് എളുപ്പമുള്ള വാല്യൂസ് എപ്പോഴും പരീക്ഷകൾക്ക് വരാറുണ്ട്. അപ്പോൾ അതെങ്ങനെയാണ് മനക്കണക്കായിട്ട് ചെയ്യുന്നതെന്നാണ് പറഞ്ഞ് മനസ്സിലാക്കി തരാൻ പോകുന്നത്. ശ്രദ്ധിച്ചോ മക്കളെ. 10% ഓഫ് 4500, 4500ന്റെ 10% കാണണം. 4500 എന്ന് പറയുമ്പം ഈ 4500 പോയിന്റ് ഇല്ല. പോയിന്റ് ഇല്ല എങ്കിൽ അതിൻ്റെ അർത്ഥം ഏറ്റവും ലാസ്റ്റ് ആണ് അതിൻ്റെ പോയിന്റ് എന്ന്. പോയിന്റ് ഇല്ലാത്ത സംഖ്യകളിലെല്ലാം പോയിന്റ് അവസാനം ഒളിഞ്ഞു കിടപ്പുണ്ട്. ആണോ? ഒരു പോയിന്റ് ഇടത്തോട്ട് മാറ്റിയാൽ മതി ഒരു സംഖ്യയുടെ 10% കാണാൻ. ഇടത്തോട്ടെന്ന് പറഞ്ഞാൽ ഇങ്ങോട്ട്. ഒരു പോയിന്റ് ഇടത്തോട്ട് മാറ്റുമ്പോൾ അവിടെയുള്ള പോയിന്റ് ഇങ്ങോട്ട് മാറും. അപ്പോൾ ഉത്തരം 450 എന്ന് വരും. അപ്പോൾ ഓർക്കുക, ഏതൊരു സംഖ്യയുടെയും 10%, 10% കാണാൻ ഒരു പോയിന്റ് ഇടത്തോട്ട് മാറ്റി ചിന്തിച്ചാൽ മതി. ഓക്കെ, നോക്ക്. അപ്പം 10% ഓഫ് 4500, 450 വരും. 450 കണ്ടോ? 10% ഓഫ് 300, ഒരു പോയിന്റ് മാറ്റുമ്പോൾ 30 എന്ന് വരും. 10% ഓഫ് 40, ഒരു പോയിന്റ് ഇടത്തോട്ട് മാറ്റുമ്പോൾ 4 എന്ന് വരും. 10% ഓഫ് 25, ഒരു പോയിന്റ് ഇടത്തോട്ട് മാറ്റുമ്പോൾ 2.5 എന്ന് വരും. 10% ഓഫ് 8, ഒരു പോയിന്റ് ഇടത്തോട്ട് മാറ്റുമ്പോൾ 0.8 എന്ന് വരും. കണ്ടോ? 8 എന്നതിൻ്റെ പോയിന്റ് ഇവിടെയാ. ഒരു പോയിന്റ് ഇടത്തോട്ട് മാറ്റുമ്പോൾ പോയിന്റ് ഇവിടെയാവും, 0.8. 25 എന്നതിൻ്റെ പോയിന്റ് ഇവിടെയാവും. ഒരു പോയിന്റ് ഇങ്ങോട്ട് മാറ്റുമ്പോഴത്തേക്ക് ഇവിടെയാവും, അപ്പോൾ 2.5 ആകും. അടുത്തത്, എല്ലാ സംഖ്യയുടെയും 10% കാണാൻ, അല്ലെങ്കിൽ ഏതൊരു സംഖ്യയുടെയും 10% കാണാൻ ഒരു പോയിന്റ് ഇടത്തോട്ട് മാറ്റുക എന്ന് മനസ്സിലാക്കുക. അതൊരു നോട്ട് പോലെ വേണമെങ്കിൽ എഴുതി വെച്ചോണേ. ഏതൊരു സംഖ്യയുടെയും 10% കാണാൻ ഒരു പോയിന്റ് ഇടത്തോട്ട് മാറ്റി പറഞ്ഞാൽ മതി. 10ന്റെ 10% 1 ആണ്. 250ന്റെ 10% 25 ആണ്. 1000ന്റെ 10% 100 ആണ്. 125ന്റെ 10% 12.5 ആണ്. 234ന്റെ 10% 23.4 ആണ്. 5ന്റെ 10% 0.5 ആണ്. 1ന്റെ 10% 0.1 ആണ്. 25ന്റെ 10% 2.5 ആണ്. അപ്പൊ എത്ര വലിയ സംഖ്യ വന്നാലും എത്ര ചെറിയ സംഖ്യ വന്നാലും 10% കാണാൻ ഒരു പോയിന്റ് ഇടത്തോട്ട് മാറ്റിയാൽ മതി എന്നുള്ള ബേസിക് കൺസെപ്റ്റ് മനസ്സിലാക്കുക. ഇനി അടുത്തത്, ഏതൊരു സംഖ്യയുടെയും 1% കാണാൻ, 1% കാണാൻ 2 പോയിന്റ് ഇടത്തോട്ട് മാറ്റണം. 10% കാണാൻ നമ്മൾ ഒരു പോയിന്റ് അല്ലേ മാറ്റിയേ. 1% കാണാൻ 2 പോയിന്റ് ഇടത്തോട്ട് മാറ്റി പറഞ്ഞു. കണ്ടോ? അപ്പൊ ഇവിടെ 6000 അല്ലേ? 6000ത്തിന്റെ 1%. നമുക്കറിയാം 6000ത്തിന്റെ പോയിന്റ് എവിടെ കിടക്കണം? ഇവിടെ. 2 പോയിന്റ് ഇടത്തോട്ട് മാറ്റുമ്പോൾ പോയിന്റ് ഇവിടെയാവും. എത്രയായിട്ട് മാറും? 60. കണ്ടോ? അപ്പൊ ഏതൊരു സംഖ്യയുടെയും 1% കാണാൻ 2 പോയിന്റ് ഇടത്തോട്ട് മാറ്റണം. 60. 3500ന്റെ 1% 35. 250ന്റെ 1% 2.5. 80ന്റെ 1% 0.8. 2ന്റെ 1% 0.02. കണ്ടോ? 2ന് മക്കളെ, 2ന് പോയിന്റ് ഇവിടെയാണ്. 2 സ്ഥാനം ഇടത്തോട്ട് മാറ്റണം. 2 സ്ഥാനം ഇടത്തോട്ട് മാറ്റുമ്പോൾ ഇവിടെ ഒരു പോയിന്റ് കൊടുക്കണം, ഇവിടെ ഒരു 0യും കൊടുക്കണം. ഇപ്പോഴാണ് 2 പോയിന്റ് ഇടത്തോട്ട് മാറ്റിയത്. അപ്പോൾ 0.02 എന്ന് വരും. അപ്പോൾ ഇതാണ് ബേസിക്കലി അറിയേണ്ടത്. ഒരു സംഖ്യയുടെ 10% കാണാൻ ഒരു പോയിന്റ് ഇടത്തോട്ട് മാറ്റണം. ഒരു സംഖ്യയുടെ 1% കാണാൻ 2 പോയിന്റ് ഇടത്തോട്ട് മാറ്റണം. റെഡി? ഓക്കെ. അങ്ങനെയെങ്കിൽ അടുത്തത്, 5% ഓഫ് 1200, അതായത് 1200ന്റെ 5%. 5% എങ്ങനെ കാണും? 10%ത്തിന്റെ പകുതിയല്ലേ ഈ 5% എന്ന് പറയുന്നത്. അപ്പോൾ ഈ 5% കാണാൻ 10%ന്റെ പകുതി ആലോചിച്ചാൽ പോരെ. 10% സിമ്പിളായിട്ട് മനക്കണക്കായിട്ട് കാണാൻ അറിയാമല്ലോ. അപ്പം 1200ന്റെ 10% 120. 10% 120 ആണെങ്കിൽ 5% 60 അല്ലേ? സിമ്പിൾ. 800ന്റെ 5% കാണും. 800ന്റെ 10% 80. അപ്പോൾ 5% എത്രയാ? 40. കണ്ടോ? 300ന്റെ 5% കാണും. 10% 30. അപ്പോൾ 5% 15 അല്ലേ മക്കളെ? കണ്ടോ? അപ്പോൾ ഏതൊരു സംഖ്യയുടെ 5% കാണാൻ 10%ന്റെ പകുതി എടുത്താൽ മതി എന്ന ലോജിക്ക് ഓർക്കുക, മനസ്സിലാക്കുക കേട്ടോ. ശരി. അടുത്തത് 2.5% ഓഫ് 40, 40ന്റെ 2.5%. മക്കളെ, ഈ 2.5% എന്ന് പറഞ്ഞാൽ 5%ത്തിന്റെ പകുതിയല്ലേ?
ശരി, അങ്ങനെയെങ്കിൽ 40ൻ്റെ 10% 4, 40ൻ്റെ 10% 4, 5% 2, 2.5% 1. ഇങ്ങനെ മനക്കണക്കായിട്ട് ചെയ്യാലോ. 40ൻ്റെ 10% 4, 5% 2, 2.5% അതിൻ്റെ പകുതി 1. ഓക്കെ, അപ്പം 2.5% ഓഫ് 10, 10ൻ്റെ 2.5%, 10ൻ്റെ 10% 1, 5% 1ൻ്റെ പകുതി 0.5, 2.5% 0.5ൻ്റെ പകുതി 0.25. കണ്ടോ, കേൾക്കുന്നുണ്ടോ? നമ്മൾ പ്രത്യേകിച്ച് സിമ്പിൾ ആൻഡ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ഒക്കെ ചെയ്യുമ്പം ഈ കൺസെപ്റ്റ് നമുക്ക് അതുപോലെ യൂസ്ഫുൾ ആകും കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഏറ്റവും 0 മുതൽ മക്കളെ 0 മുതൽ നിങ്ങളെ പഠിപ്പിക്കുന്നത്. അപ്പം ഞാൻ വീണ്ടും പറയുന്നു, അറിയാവുന്ന കൂട്ടുകാർ കാണും, നിങ്ങളൊന്ന് ക്ഷമയോടെ ഇരിക്കുക. നമുക്ക് എൻ്റെ ഒരു രീതിക്ക്, എൻ്റെ ഒരു ട്രാക്കിലേക്ക് എല്ലാവരെയും ആ ഒരു ലോജിക്കിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയാണ് ഞാൻ ബേസ് മുതൽ, തുടക്കം മുതൽ, 0 മുതൽ ഇങ്ങനെ പറഞ്ഞു പോണേ കേട്ടോ. ശരി, ഇനി അടുത്തത് ശ്രദ്ധിച്ചോ. 20% ഓഫ് 7,000, 7,000ൻ്റെ 20%. മക്കളെ എപ്പോഴും ഓർക്കുക, 20% കാണാൻ 10%ൻ്റെ ഇരട്ടി എടുത്താൽ പോരെ. 7,000ൻ്റെ 10% 700, അപ്പോൾ 20% 1,400, 10% 700, അപ്പോൾ 20% 1,400. ഇത്രേ ഉള്ളൂ, കണ്ടോ. ഇനി 20% ഓഫ് 600, 10% എത്രയാ? 60, അപ്പോൾ 20% എത്രയാ? 120 അല്ലേ. 30% ഓഫ് 400, 10% എത്രയാ? 40, 10% 40, അപ്പം 30% അതിൻ്റെ 3 ഇരട്ടിയല്ലേ. 40ൻ്റെ 3 ഇരട്ടി 120. കണ്ടോ, ഈ ലോജിക്കുകൾ ഉപയോഗിച്ച് ചെയ്യാം. 60% ഓഫ് 80, 80ൻ്റെ 60%, 80ൻ്റെ 10% 8, 10% 8 അതിൻ്റെ 6 ഇരട്ടിയാണ് 60%, 6 8 48. കണ്ടോ. 70% ഓഫ് 20, 10% എത്രയാ? 2 ആണ്, 10% 2 ആണ്. അപ്പോൾ 70% എന്ന് പറഞ്ഞാൽ 7 ടൈംസ് ആണ്. 2ൻ്റെ 7 ഇരട്ടി എന്ന് പറഞ്ഞാൽ 14. അപ്പോൾ 10% കണ്ടിട്ട് അതിൻ്റെ മൾട്ടിപ്പിൾസ് എടുത്താൽ മതി. 20% ചോദിച്ചാലും, 30% ചോദിച്ചാലും, 60% ചോദിച്ചാലും, 70% ചോദിച്ചാലും ഒക്കെ. അപ്പോൾ 10%ൻ്റെ മൾട്ടിപ്പിൾ ആയിട്ടുള്ള ഒരെണ്ണമാണ് തരുന്നെങ്കിൽ 10% കണ്ടിട്ട് മൾട്ടിപ്പിൾസ് എടുക്കാമെന്ന് ഓർക്കുക. മക്കളെ, എല്ലാ കണക്കും ഇങ്ങനെ മനക്കണക്കായിട്ട് ചെയ്യാൻ പറ്റും എന്നല്ല ഞാൻ പറയുന്നത്. ഒത്തിരി കണക്കുകൾ മനക്കണക്കായിട്ട് ചെയ്യാൻ പറ്റും. നിങ്ങളത് അനാവശ്യമായിട്ട് ഇപ്പോഴും ഇക്വേഷൻ യൂസ് ചെയ്താൽ ചെയ്യുന്നത്, അത് ഒഴിവാക്കുക. ബുദ്ധിമുട്ടുള്ള സംഖ്യകളും വാല്യൂസൊക്കെ വരുമ്പോൾ നിങ്ങൾ ചെയ്തു. പക്ഷേ ഇങ്ങനെയുള്ള ഒത്തിരി കണക്കുകൾ നമ്മുടെ PSC പരീക്ഷകൾക്കുണ്ട്, വെറുതെ മനക്കണക്കായിട്ട് എഴുതാൻ പറ്റുന്നത്. നിങ്ങളത് അനാവശ്യമായിട്ട് ഇക്വേഷൻ യൂസ് ചെയ്യുന്നുണ്ട്, എല്ലായിടത്തും ഇക്വേഷൻ. അത് ഒഴിവാക്കുക. നിങ്ങൾ എല്ലായിടത്തും ഇതുപോലെ നമ്മൾ ഈ ആദ്യം കണ്ടതുപോലെ ഇക്വേഷൻ യൂസ് ചെയ്താണ് സോൾവ് ചെയ്യുന്നത്. അത് ഈവൻ 10% ആണെങ്കിലും, 1% ആണെങ്കിലും, 20% ആണെങ്കിലും, 5% ആണെങ്കിലും ഒക്കെ. ഇതൊക്കെ നമ്മൾ ഇപ്പോൾ പഠിച്ചതുപോലെ ഈ ഒരു ലോജിക്കിൽ മനക്കണക്കായിട്ട് ചെയ്യാൻ പറ്റുന്നവയാണ്. അപ്പോൾ അത് അങ്ങനെ പ്രാക്ടീസ് ചെയ്തെടുക്കുക കേട്ടോ. ഇനി 2% ഓഫ് 1,400, 1,400ൻ്റെ 2%. മക്കളെ, 2% എന്ന് പറയുന്നത് 1%ൻ്റെ ഇരട്ടിയല്ലേ. 1% ഇവിടെ 14 അല്ലേ. 1%ൻ്റെ ഇരട്ടിയാണ് 2%. അപ്പോൾ എത്രയാ മക്കളെ? 28. 1% 14, 2% 28. 2% ഓഫ് 900, 900ൻ്റെ 2%. 1% 9, 2% 18. ശരിയല്ലേ. ഇനി 500ൻ്റെ 3%, 500ൻ്റെ 1% 5, അപ്പോൾ 3% 15. കണ്ടോ. 800ൻ്റെ 6%, 800ൻ്റെ 1% 8, 6%, 6 8 48. കണ്ടോ. 20ൻ്റെ 7%, 20ൻ്റെ 1% 0.2 അല്ലേ. 1% 0.2, അപ്പോൾ 7% 0.2 ഇൻറ്റു 7 1.4. കണ്ടോ. ഈ ഒരു ടെക്നിക്ക് മനസ്സിലുണ്ടാവണം നമ്മൾ കണക്കുകൾ ചെയ്യുമ്പം. ഓക്കെ, അപ്പോൾ ഒരു സംഖ്യയുടെ 10% കാണാൻ 1 പോയിന്റ് ഇടത്തോട്ട് മാറ്റണം, 1% കാണാൻ 2 പോയിന്റ് ഇടത്തോട്ട് മാറ്റണം, 20% കാണാൻ 10%ൻ്റെ ഇരട്ടി എടുക്കണം, 2% കാണാൻ 1%ൻ്റെ ഇരട്ടി എടുക്കണം, 5% കാണാൻ 10%ൻ്റെ പകുതി എടുക്കണം, 30% കാണാൻ 10%ൻ്റെ 3 ഇരട്ടി എടുക്കണം, 3% കാണാൻ 1%ൻ്റെ 3 ഇരട്ടി എടുക്കണം. ഈ ഒരു ടെക്നിക്ക്, ഈ ഒരു ലോജിക്ക് അറിഞ്ഞിരിക്കണം മക്കളെ. ഒരു സംഖ്യയുടെ 100%, 100% എന്ന് പറഞ്ഞാൽ ആ സംഖ്യ തന്നെയാണെന്ന് നമ്മൾ മനസ്സിലാക്കിയായിരുന്നു അല്ലേ. അപ്പോൾ ഏതൊരു സംഖ്യയുടെയും 100% കാണാൻ നമ്മൾ എന്ത് ചെയ്യണം?
ആ സംഖ്യേനെ ഒന്നുകൊണ്ട് ഗുണിച്ചാൽ മതി. അതായത് ആ സംഖ്യ തന്നെയാണ് അതിൻ്റെ 100% എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ഏതൊരു സംഖ്യയുടെയും 100% കാണാൻ ആ സംഖ്യേനെ ഒന്നുകൊണ്ട് ഗുണിക്കണം അല്ലേ. ഏതൊരു സംഖ്യയുടെയും 200% കാണാൻ ആ സംഖ്യേനെ ഇൻറ്റു 2 കൊണ്ട് ഗുണിച്ചാൽ മതി അല്ലേ. 200% എന്ന് പറഞ്ഞാൽ സംഖ്യയുടെ ഇരട്ടിയല്ലേ. അപ്പോൾ ഒരു സംഖ്യയുടെ 100% കാണാൻ സംഖ്യ ഇൻറ്റു 1 ചെയ്യുക. ഒരു സംഖ്യയുടെ 200% കാണാൻ സംഖ്യ ഇൻറ്റു 2 ചെയ്യുക. അപ്പോൾ സംഖ്യയുടെ 300% കാണാൻ സംഖ്യ ഇൻറ്റു 3 ചെയ്യുക. ഒരു സംഖ്യയുടെ 500% കാണണമെങ്കിൽ സംഖ്യ ഇൻറ്റു 5 ചെയ്യുക അല്ലേ. ഒരു സംഖ്യയുടെ 800% കാണാൻ സംഖ്യ ഇൻറ്റു 8 ചെയ്യുക. ക്ലിയർ അല്ലേ മക്കളെ. ഏതൊരു സംഖ്യയുടെ 100% ആ സംഖ്യ തന്നെ. അപ്പോൾ ഒരു സംഖ്യയുടെ 100% കാണാൻ സംഖ്യ ഇൻറ്റു 1, 200% കാണാൻ സംഖ്യ ഇൻറ്റു 2 മതി. ഒരു സംഖ്യയുടെ 300% കാണാൻ സംഖ്യ ഇൻറ്റു 3 മതി. ഓക്കെ. ഇനി ഒരു സംഖ്യയുടെ 50% കാണാൻ സംഖ്യ ഇൻറ്റു 1/2 ചെയ്യണം. സംഖ്യയുടെ പകുതിയല്ല അതിൻ്റെ 50% അറിയാം. ഇനി ഒരു സംഖ്യയുടെ 25% കാണേണ്ട വന്നാൽ സംഖ്യ ഇൻറ്റു 1/4 ചെയ്യണം. ഓർത്തോണം കേട്ടോ. ഒരു സംഖ്യയുടെ 50% കാണേണ്ട വന്നാൽ സംഖ്യ ബൈ 2 ചെയ്യണം. ഒരു സംഖ്യയുടെ 25% കാണേണ്ട വന്നാൽ സംഖ്യ ബൈ 4 ചെയ്യണം. വേഗം ഓർത്തോണം. ഒരു സംഖ്യയുടെ 12.5% കാണാൻ സംഖ്യ ബൈ 8 ചെയ്യണം. മറക്കരുത്. ഒരു സംഖ്യയുടെ 12.5% കാണേണ്ട വന്നാൽ സംഖ്യ ഇൻറ്റു 1/8 അല്ലെങ്കിൽ സംഖ്യ ബൈ 8. ഒരു സംഖ്യയുടെ 75% കാണാൻ സംഖ്യ ഇൻറ്റു 3/4. മുക്കാലല്ലേ നമ്മൾ 75 എന്ന് പറയുന്നത്. അപ്പോൾ ഒരു സംഖ്യയുടെ 75% കാണേണ്ട സാഹചര്യം വന്നാൽ വേഗം ആ സംഖ്യേനെ 3/4 കൊണ്ട് ഗുണിച്ചാൽ മതി. 12.5% കാണേണ്ട വന്നാൽ 1/8 കൊണ്ട് ഗുണിച്ചാൽ മതി. 25% കാണേണ്ട വന്നാൽ 1/4 കൊണ്ട് ഗുണിച്ചാൽ മതി. ഇതൊന്ന് ഓർമ്മയിൽ ഇരിക്കണം. ഇനി അടുത്തത് ഇതൊന്ന് കാണാതെ പഠിക്കണേ. ഒരു സംഖ്യയുടെ 11ഉം 9ൽ 1% കാണാൻ പറഞ്ഞാൽ ആ സംഖ്യ ഇൻറ്റു 1/9 ചെയ്യണം. ഒരു സംഖ്യയുടെ 11ഉം 9ൽ 1% കാണാൻ പറഞ്ഞാൽ ആ സംഖ്യ ഇൻറ്റു 1/9 ചെയ്യണം. ഇനി ഒരു സംഖ്യയുടെ 33ഉം 3ൽ 1% കാണാൻ ആ സംഖ്യ ഇൻറ്റു 1/3 ചെയ്യണം. കാണാതെ പഠിച്ചോണേ. ഒരു സംഖ്യയുടെ 66ഉം 3ൽ 2% കാണാൻ സംഖ്യ ഇൻറ്റു 2/3 ചെയ്യണം. അപ്പം 11ഉം 9ൽ 1% കാണാൻ ഇൻറ്റു 1/9, 33ഉം 3ൽ 1% കാണാൻ ഇൻറ്റു 1/3, 66 3ൽ 2% കാണാൻ ഇൻറ്റു 2/3. ഇനി 8ഉം 3ൽ 1% കാണാൻ ഒരു സംഖ്യയുടെ 8ഉം 3ൽ 1% കാണാൻ സംഖ്യ ഇൻറ്റു 1/12 കേട്ടോ. സംഖ്യ ഇൻറ്റു 1/12 ആണ്. 16ഉം 3ൽ 2% കാണാൻ ഇൻറ്റു 1/6, 16ഉം 3ൽ 2% കാണാൻ ഇൻറ്റു 1/6. അപ്പോൾ ഇത് മിക്കപ്പോഴും ചോദിച്ച് കണ്ടിട്ടുള്ള ചില വാല്യൂസ് ആണ്. ഇതൊന്നും നിങ്ങൾ കാണാതെ പഠിക്കണം. നമുക്ക് ആ സമയത്ത് കൺവേർട്ട് ചെയ്തെടുക്കാനൊന്നും സമയമില്ല. അതുകൊണ്ട് കാണാതെ പഠിക്കണം. 16 3ൽ 2% കാണാൻ ഇൻറ്റു 1/6 അല്ലേ. അതുപോലെ 8 3ൽ 1% കാണാൻ ഇൻറ്റു 1/12, 8 3ൽ 1% കാണാൻ ഇൻറ്റു 1/12 കേട്ടോ. 16 3ൽ 2% കാണാൻ ഇൻറ്റു 1/6, 66 3ൽ 2 ആണെങ്കിൽ ഇൻറ്റു 3ൽ 2, 33 3ൽ 1 ആണെങ്കിൽ ഇൻറ്റു 1/3, 11 9ൽ 1 ആണെങ്കിൽ ഇൻറ്റു 1/9. ഇതൊന്ന് ഓർത്ത് വെച്ചോണം. ഇതിൻ്റെ ആപ്ലിക്കേഷൻ എന്താണെന്ന് കണക്ക് വരുമ്പോൾ ഞാൻ കാണിച്ചു തരാം. ക്ലിയർ ആണ്, മനസ്സിലായി എന്ന് പ്രതീക്ഷിക്കുന്നു. ഇത്രയും കാര്യങ്ങൾ. ഓക്കെ. എങ്ങനെയാണ് ഇത് ചെയ്യുന്നേ? വാട്ട് ഈസ് 24% ഓഫ് 650? ഇതിൻ്റെ മലയാളം എന്താ? 650 അല്ലേ. 650 24% എത്ര? ഇതല്ലേ 650 24% എത്ര ആണോ? എങ്ങനെയാ മക്കളെ 650 24% കാണുന്നേ? ചെയ്യാനുള്ള ഒരു മാർഗം നോർമലി ഇക്വേഷൻ യൂസ് ചെയ്യുക എന്നുള്ളതാണ്. 650 24% കാണാൻ 650 ഇൻറ്റു 24 ഡിവൈഡഡ് ബൈ 100. ഇങ്ങനെയാണ് 650 24% കാണുന്നത്. 650 ഇൻറ്റു 24/100. ഒരു സംഖ്യയുടെ 24% അല്ലേ. അപ്പം 650 24% കാണാൻ 650 ഇന്ത്യ എന്ന് പറഞ്ഞാൽ ഗുണിക്കുക. 24% എന്ന് പറഞ്ഞാൽ 24/100. വെട്ടിക്കളയാലോ. വെട്ടിക്കളഞ്ഞ് ചെറുതാക്കാം. 50 വെച്ച് വെട്ടിക്കളഞ്ഞാൽ 2 തവണ, 50 വെച്ച് വെട്ടിക്കളഞ്ഞാൽ 65ൽ 1 15, 150ൽ 3 ആണോ. ഈ 2ഉം 24 വെട്ടിക്കളഞ്ഞു 12, 13 ഇൻറ്റു 12 156 എന്ന ആൻസർ കിട്ടും. 156 156 156 നമ്മുടെ ഉത്തരം. ഇതാണ് അതിൻ്റെ ഇക്വേഷൻ രീതി. ഇനി അത് മറ്റൊരു രീതി ചെയ്യാൻ പറ്റും. അതായത് കൺസെപ്റ്റ് വെച്ച് ചെയ്യാൻ പറ്റും. എങ്ങനെയാണ് അത് ചെയ്യുന്നത്? 650 24% അല്ലേ.
മക്കളെ 24% എന്ന് പറഞ്ഞാൽ 1%ന്റെ 24 ഇരട്ടിയല്ലേ? 1% എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 1% ഇവിടെ 6.5 അല്ലേ? 650ന്റെ 1% 6.5 ഇൻറ്റു 24 ചെയ്താൽ 24% കിട്ടുമല്ലോ. അപ്പൊ 6.5 ഇൻറ്റു 24 ചെയ്താലും ഉത്തരം 156 കിട്ടിക്കോളും. ഈ രണ്ട് രീതിയിലും ഉത്തരത്തിലേക്ക് എത്താം. ഒന്ന് ഇക്വേഷൻ യൂസ് ചെയ്ത് 650 ഇൻറ്റു 24/100, അല്ലെങ്കിൽ 650ന്റെ 1% കണ്ടുപിടിച്ചിട്ട് 24 ഇരട്ടി എടുത്താൽ 24% കിട്ടിക്കോളും. വാട്ട് ഈസ് 15% ഓഫ് 160? അല്ലേ? 160ന്റെ 15% എത്ര ആണോ? 160ന്റെ 15% കാണാൻ ഒന്നെങ്കിൽ ഇക്വേഷൻ യൂസ് ചെയ്യാം. ഇക്വേഷൻ യൂസ് ചെയ്യുമ്പോൾ 160 ഇൻറ്റു 15/100 എന്ന് വരും ഇതിൻ്റെ ഇക്വേഷൻ, അല്ലേ? അപ്പോൾ ഇക്വേഷൻ വെച്ചാണ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് 0 വെട്ടിക്കളയാം. ഈ 10ഉം ഈ 15ഉം 5 വെച്ച് വെട്ടിക്കളയാം. ഇത് 3 തവണ, ഇത് 2 തവണ. ഈ 2ഉം ഈ 16ഉം വെട്ടിക്കളയാം 8 തവണ. n3 24 നമ്മുടെ ഉത്തരം. n3 24 നമ്മുടെ ഉത്തരം. അപ്പോൾ ഈ ചോദ്യത്തിൻ്റെ ആൻസർ 24 എന്ന് കിട്ടും. ഓപ്ഷൻ സി ആണ് കറക്റ്റ്, അല്ലേ? ഇനി ഇത് അല്ലാതെ ചെയ്യാനാണെങ്കിൽ ഇങ്ങനെ ആലോചിക്കാം. 160ന്റെ 15% അല്ലേ? 1% 1.6 ഇൻറ്റു 15 ചെയ്താൽ 15% കിട്ടും. 1.6 ഇൻറ്റു 15 എന്ന് കിട്ടും. എന്നാലും നമുക്ക് ആൻസർ എത്ര കിട്ടിക്കോളും? 24 കിട്ടിക്കോളും. ഈ രണ്ട് രീതിയിലും ഇത് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. മുന്നോട്ട് പോവാം. ചോദ്യം, വാട്ട് ഈസ് 33 1/3% ഓഫ് 57? അല്ലേ? അതായത് 57ന്റെ 33ഉം 1/3%, 31ഉം 1/3%. 57ന്റെ 33ഉം 1/3%. നമ്മൾ പഠിച്ചു ഒരു സംഖ്യയുടെ 33ഉം 1/3% കാണാൻ സംഖ്യ ഇൻറ്റു 1/3 ചെയ്താൽ മതി. അപ്പോൾ ഇതിൻ്റെ ഉത്തരം കാണാൻ 57 ഇൻറ്റു 1/3 ചെയ്യുന്നതാണ് ആൻസർ, അല്ലേ? ആൻസർ 19 എന്ന് കിട്ടും. ശരിയാണോ? 57/3 19 എന്ന് കിട്ടും. ആൻസർ ഓപ്ഷൻ ഡി കറക്റ്റ് ഉത്തരം ആയിട്ട് വരും. അടുത്ത ചോദ്യം, വാട്ട് ഈസ് 66 2/3% ഓഫ് 72? 72ന്റെ 66ഉം 2/3% എത്ര? 66ഉം 2/3%. നമ്മൾ പഠിച്ചു ഒരു സംഖ്യയുടെ 66ഉം 2/3% കാണാൻ ആ സംഖ്യ ഇൻറ്റു 2/3 ചെയ്താൽ മതി. അപ്പോൾ 72ന്റെ 66 2/3% കാണാൻ 72 ഇൻറ്റു 2/3 ചെയ്താൽ മതി. ആണോ? ഇത് സോൾവ് ചെയ്താൽ കിട്ടുന്നതായിരിക്കും ഉത്തരം. നമുക്ക് വെട്ടിക്കളഞ്ഞ് ചെറുതാക്കാം. ഈ 3ഉം ഈ 7ഉം കൂടെ വെട്ടിക്കളയാം 2 തവണ. 12ൽ 3 4, 24 ഇൻറ്റു 2 48 എന്നാണ് നമുക്ക് ആൻസർ കിട്ടുന്നത്. സോ ആൻസർ ഓപ്ഷൻ ഡി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് 8 1/3% ഓഫ് 192? 192ന്റെ 8 1/3% കാണണം. നമ്മൾ പഠിച്ചു 8 1/3% കാണാൻ ആ സംഖ്യ ഇൻറ്റു 1/12 ആണ് ചെയ്യേണ്ടത്. ശരിയല്ലേ? 1/12 ആണ് ചെയ്യേണ്ടത്. നമുക്ക് 12 വെച്ച് തന്നെ വെട്ടിക്കളയാം. 12 19ൽ 1 തവണ. ബാക്കി ശിഷ്ടം 7. 72ൽ 12 6 തവണ. 16 ഇൻറ്റു 1 ആൻസർ 16 എന്ന് തന്നെ കിട്ടും. ഈ ചോദ്യത്തിൻ്റെ ആൻസർ ഓപ്ഷൻ ബി ആണ് കറക്റ്റ്, 16. ചോദ്യം, 80% ഓഫ് 12.5 അല്ലേ? സോ 80% ഓഫ് 12.5 പ്ലസ് 50% ഓഫ് 50%, 50% ഓഫ് 25.6 അല്ലേ? 80% ഓഫ് 12.5 പ്ലസ് 50% ഓഫ് 25.6. മക്കളെ 12.5യുടെ 80% കാണാനല്ലേ? ഇത് നേരെ തിരിച്ചെഴുതിയാൽ കുറച്ചുകൂടെ എളുപ്പമുണ്ട് ചെയ്യാൻ. എനിക്കതിനെ 12.5% ഓഫ് 80 എന്ന് എഴുതാമല്ലോ, അല്ലേ?
80% ഓഫ് 12.5ഉം 12.5% ഓഫ് 80 ഒന്ന് തന്നെയാണ്. എ പെർസെൻറ്റേജ് ഓഫ് ബി ഈക്വൽ ടു ബി പെർസെൻറ്റേജ് ഓഫ് എ എന്ന് പഠിച്ചിട്ടുണ്ട് അല്ലേ. പ്ലസ് 50% ഓഫ് എന്താണ് 25.6 അല്ലേ. ഇനി എനിക്കറിയാം ഒരു സംഖ്യയുടെ 12.5% കാണാൻ ആ സംഖ്യ ഇൻറ്റു 1/8 അല്ലെങ്കിൽ സംഖ്യ ബൈ 8 ചെയ്താൽ മതി എന്ന് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഉത്തരം കാണാൻ 80 ഇൻറ്റു 1/8 വരും അല്ലേ. പ്ലസ് ഇനി ഒരു സംഖ്യയുടെ 50% കാണാൻ ആ സംഖ്യ ബൈ 2 ചെയ്താൽ മതി അല്ലെങ്കിൽ ഇൻറ്റു 1/2 ചെയ്താൽ മതി എന്ന് പഠിച്ചിട്ടുണ്ട് ആണോ. അപ്പോൾ 80/8 10 വരും അല്ലേ. പ്ലസ് 25.6ൻ്റെ പകുതി എന്ന് പറഞ്ഞാൽ 12.8 എന്ന് കിട്ടും അല്ലേ മക്കളെ. അപ്പോൾ ആൻസർ 22.8 എന്നാണ് കിട്ടുന്നത്. നമ്മുടെ ആൻസർ ഓപ്ഷൻ ബി കറക്റ്റ് ഉത്തരം. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് എക്സ് ഈഫ് 0.02 ഈക്വൽ ടു എക്സ് പെർസെൻറ്റേജ് ആണ്. 0.02 എക്സ് പെർസെൻറ്റേജ് ആണെങ്കിൽ എക്സിൻ്റെ വില എനിക്കറിയാം. എക്സ് പെർസെൻറ്റേജ് എന്ന് പറഞ്ഞാൽ എക്സ് ബൈ 100 എന്നാണ് അർത്ഥം. എക്സ് പെർസെൻറ്റേജ് എന്ന് പറഞ്ഞാൽ എക്സ് ബൈ 100 എന്നാണ്. അപ്പോൾ എക്സ് പെർസെൻറ്റേജ് ഈക്വൽ ടു 0.02 എന്ന് എഴുതാം. ഈ 100 അങ്ങോട്ട് പോകുമ്പോൾ ഗുണിക്കാനാകും. അപ്പോൾ എക്സ് ഈക്വൽ ടു 0.02 ഇൻറ്റു 100 എന്നാകും ആണോ. ഒരു ദശാംശ സംഖ്യയെ 100 കൊണ്ട് ഗുണിക്കാൻ 2 പോയിന്റ് വലത്തോട്ട് മാറ്റിയിടണം. കാരണം 100ന് 2 പൂജ്യമുള്ളേ. 0.02ന് 2 പോയിന്റ് വലത്തോട്ട് മാറ്റുമ്പോൾ ആൻസർ 2 എന്ന് വരും. ഈ ചോദ്യത്തിൻ്റെ ആൻസർ ഓപ്ഷൻ ബി ആണ് 2. അടുത്ത ചോദ്യം, ഒരു സംഖ്യയുടെ 0.5% 1/4% ഈക്വൽ ടു 0.0085 ആയാൽ സംഖ്യ ഏത്? ഇഫ് 1/4% ഓഫ് 1/2% ഓഫ് എ നമ്പർ ഈസ് 0.0085, വാട്ട് ഈസ് ദ നമ്പർ? ഓക്കെ, അതായത് ഒരു സംഖ്യ എക്സ് എന്ന് എടുക്കാം അല്ലേ. ഒരു സംഖ്യയുടെ എത്ര ശതമാനത്തിൻ്റെ? ഒരു സംഖ്യയുടെ 0.5%. അപ്പോൾ എക്സിൻ്റെ ആണോ 0.5%, 0.5%, 0.25% അല്ലേ. 0.5%, 0.25% എന്ന് പറയുന്നത് എത്രയാണെന്നാണ് പറഞ്ഞേക്കുന്നത്? 0.0085 ആണ് അല്ലേ. ഒരു സംഖ്യയുടെ അപ്പോൾ എക്സിൻ്റെ 0.5%, 0.25% 0.0085 ആണ് എങ്കിൽ സംഖ്യ ഏതെന്ന് കണ്ടുപിടിക്കണം. ശരി, അപ്പം എനിക്കറിയാം എക്സിൻ്റെ എന്ന് പറഞ്ഞാൽ എക്സ് ഇൻറ്റു 0.5% എന്ന് പറഞ്ഞാൽ 0.100 അല്ലേ മക്കളെ. ശതമാനത്തിൽ നിന്ന് മാറ്റാൻ 100 കൊണ്ട് ഹരിക്കണ്ടേ. ഓക്കെ, ഇൻ്റെ എന്ന് പറഞ്ഞാൽ വീണ്ടും ഗുണിക്കുക. 0.5% എന്ന് പറഞ്ഞാൽ 1/4/100 ശരിയാണോ. ഈക്വൽ ടു 0.0085. ഓക്കെ, ഈ താഴെ കിടക്കുന്ന ഈ 100ഉം അതുപോലെ ഈ 100ഉം അങ്ങോട്ട് പോവുകയാണെങ്കിൽ ബാക്കി എന്തുണ്ട്? എക്സ് ഇൻറ്റു 1/2 ഇൻറ്റു 1/4 ഈസ് ഈക്വൽ ടു 0.0085 ഇൻറ്റു 10,000 അല്ലേ. 10,000 കൊണ്ട് ഗുണിക്കാൻ 4 പോയിന്റ് വലത്തോട്ട് മാറ്റണം. അപ്പം 0.0085 എന്നുള്ളത് 85 ആയിട്ട് മാറും അല്ലേ. ഇനി നിങ്ങൾ നോക്കിയേ, ഈ 2ഉം ഈ 4ഉം കൂടെ അങ്ങോട്ട് പോകുമ്പോൾ വീണ്ടും അത് ഗുണിക്കാനാവില്ലേ. അപ്പോൾ എക്സിൻ്റെ വില എന്ന് പറയുന്നത് 85 ഇൻറ്റു 2 ഇൻറ്റു 4 8 എന്ന് വരും. 85 ഇൻറ്റു 8 ആണ് നമുക്ക് ആൻസർ ആയിട്ട് കിട്ടുന്നത്. ആൻസർ 680 എന്ന് കിട്ടും. 680 ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ഉത്തരവായിട്ട് വരുന്നത്. 680 ചെയ്തത് ഒന്നുകൂടെ പറഞ്ഞു തരട്ടെ മക്കളെ. ഒന്നുമില്ല, അതായത് ഒരു സംഖ്യയുടെ 0.5%, 0.25% 0.0085 ആണെന്നാണ് പറഞ്ഞേക്കുന്നത്. ഞാൻ ഒരു സംഖ്യ എക്സ് എന്ന് എടുത്തു. എക്സിൻ്റെ 0.5%, 0.25% ഇതാണ്. ഓക്കെ, ഇനി എക്സിൻ്റെ എന്ന് പറഞ്ഞാൽ ഓഫ് എന്നാണ് അല്ലേ, ഗുണിക്കുക എന്നാണ്. 0.5% എന്ന് പറഞ്ഞാൽ 0.5/100, 0.25% എന്ന് പറഞ്ഞാൽ 0.5/100 ഈക്വൽ ടു 0.0085. ഈ 100 ഇൻറ്റു 100 10,000 ഇങ്ങോട്ട് വരുമ്പോൾ ഗുണിക്കാനാകും.
0.0085 ഇൻറ്റു 10,000 എന്ന് പറഞ്ഞാൽ 4 പോയിന്റ് വലത്തോട്ട് മാറ്റണം. അത് 85 എന്നായിട്ട് മാറും. ബാക്കി എക്സ് ഇൻറ്റു അര ഇൻറ്റു കാല് ഇവിടെ ഉണ്ട്. ഈ 2 ഇൻറ്റു 4 8 ഇങ്ങോട്ട് വരുമ്പോൾ ഗുണിക്കാനാവും. 85 ഇൻറ്റു 8 എക്സിൻ്റെ വില. ആൻസർ 680 എന്ന് കിട്ടും. അടുത്ത ചോദ്യം നോക്കാം. ചോദ്യം 340ന്റെ 30% 230ന്റെ 80% കൂട്ടിയാൽ എത്ര? ചോദ്യം 340ന്റെ അല്ലേ 340ന്റെ 30% എന്തു കൂട്ടണം? 230ന്റെ 80% കൂട്ടിയാൽ എത്ര എന്നല്ലേ മക്കളെ? അപ്പം ആദ്യം 340ന്റെ 30% കാണണം. നമുക്കത് മനക്കണക്കായിട്ട് ചെയ്യാവുന്നതല്ലേ ഉള്ളൂ. 340ന്റെ 10% 34 അല്ലേ? അപ്പോൾ 30% 34 ഇൻറ്റു 3 അല്ലേ? ഈക്വൽ ടു നമുക്ക് 102 എന്നല്ലേ കിട്ടുന്നേ? 102 ക്ലിയർ ആണോ? 340ന്റെ 10% 34, 30% അതിൻ്റെ 3 ഇരട്ടി 102 കിട്ടും. 230ന്റെ 80% കാണണം. 230ന്റെ 10% 23, 80% കാണാൻ 8 ഇരട്ടി എടുക്കണം. ശരിയല്ലേ? എത്ര കിട്ടും? 184 എന്ന് വരും. 184 ശരിയല്ലേ? അപ്പം 102ഉം 184ഉം കൂട്ടുന്നതാണ് ഉത്തരം. ആൻസർ 286 എന്ന് വരും. 286 നമ്മുടെ ആൻസർ ഓപ്ഷൻ സി ആണ്. 286. അടുത്ത ചോദ്യം, വാട്ട് ഈസ് ദ റിസൾട്ട് വെൻ 90% ഓഫ് 180 ഈസ് സബ്സ്ട്രാക്റ്റഡ് ഫ്രം 40% ഓഫ് 450? 450ന്റെ 40% നിന്നും 180ന്റെ 90% കുറച്ചാൽ എത്ര? അല്ലേ? അപ്പം 450ന്റെ 40% നിന്നും ഏത് കുറയ്ക്കണം? 180ന്റെ 90% കുറയ്ക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ മക്കളെ? 450ന്റെ 40% എങ്ങനെയാണ് കാണുന്നേ? 450ന്റെ 10% 45. അപ്പം 40% കാണാൻ 45 ഇൻറ്റു 4, ഇത് 180 എന്ന് കിട്ടും. ഇനി 180ന്റെ 90% എങ്ങനെ കാണും? 180ന്റെ 10% 18 ആണോ? അപ്പോൾ 90% കാണാൻ 18 ഇൻറ്റു 9, അത് 162 എന്ന് വരും. ഇവ തമ്മിലുള്ള വ്യത്യാസം കാണാൻ ചോദിച്ചാൽ നമ്മുടെ ആൻസർ 18 എന്ന് കിട്ടും. ആൻസർ 18 ആണ്. ഓപ്ഷൻ ഡി കറക്റ്റ് ഉത്തരമായിട്ട് വരും. ഇത്തരം ചോദ്യങ്ങൾ വരാറുണ്ട്. വന്നാൽ ചെയ്യാൻ നിങ്ങൾക്ക് അറിയാം. മുന്നോട്ട് ചെയ്യാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഒരു ടാങ്കിൽ 425 ലിറ്റർ വെള്ളമുണ്ട്. ഇതിൽ നിന്നും 8% ഒഴുകിപ്പോയെങ്കിൽ ബാക്കിയുള്ള വെള്ളത്തിൻ്റെ അളവ് എത്രയാണ്? ഒരു ടാങ്കിൽ 425 ലിറ്റർ വെള്ളമുണ്ട്. അതിൽ നിന്നും 8% ഒഴുകിപ്പോയെങ്കിൽ ബാക്കിയുള്ള വെള്ളത്തിൻ്റെ അളവ് എത്രയാണ്? അതായത് എ ടാങ്ക് കണ്ടെയ്ൻസ് 425 liters ഓഫ് വാട്ടർ. ഇഫ് 8% ഓഫ് ഇറ്റ് ലീക്ക് ഔട്ട്, വാട്ട് ഈസ് ദ റിമൈനിങ് ക്വാണ്ടിറ്റി ഓഫ് വാട്ടർ? നമുക്ക് ഇത് പല രീതിയിൽ ചെയ്യാം. കൺസെപ്റ്റ് നന്നായിട്ട് ക്ലിയർ ആയിക്കോട്ടെ മക്കളെ. ഒരു ടാങ്ക് അല്ലേ, ഒരു ടാങ്ക്, ഇതാണ് നമ്മുടെ ടാങ്ക്. ഈ ടാങ്കിൽ 425 ലിറ്റർ വെള്ളമുണ്ട്. 425 ലിറ്റർ വെള്ളം ഈ ടാങ്കിലുണ്ട്. കേൾക്കുന്നുണ്ടോ? ഇതിൽ നിന്നും 8% വെള്ളം ഒഴുകിപ്പോയി. ബാക്കി എത്ര ടാങ്കിലുണ്ട് എന്നാണ് ചോദ്യം. അപ്പോൾ ഇത് ചെയ്യാനുള്ള ഒരു മാർഗം, 8% വെള്ളം ഒഴുകിപ്പോയെങ്കിൽ 425ന്റെ 8% എത്ര എന്ന് നോക്കണം ആദ്യം. ആണോ? അപ്പം 425ന്റെ 8% കാണണം ആദ്യം. 425ന്റെ 8% കാണാൻ 1% 4.25 ആണ്. അപ്പോൾ 8% കാണാൻ 4.25 ഇൻറ്റു 8 ചെയ്യണം അല്ലേ? 4.25 ഇൻറ്റു 8 നമുക്ക് 34 എന്ന് കിട്ടും. 4.25 ഇൻറ്റു 8 34.
34 ലിറ്റർ വെള്ളമാണ് ഒഴുകിപ്പോയത്. അപ്പം 425 ലിറ്റർ വെള്ളത്തിൽ നിന്ന് 8% ഒഴുകിപ്പോയെന്ന് പറഞ്ഞാൽ 34 ലിറ്റർ വെള്ളം ഒഴുകിപ്പോയി. അപ്പോൾ ബാക്കി എത്രയുണ്ടെന്നറിയാൻ 425 നിന്ന് 34 കുറച്ചാൽ പോരെ? ആൻസർ 391 ലിറ്റർ വെള്ളം അവിടെ ബാക്കിയുണ്ട്. ഇതാണ് ചെയ്ത ഒരു മാർഗം. 425 ലിറ്റർ വെള്ളമുള്ള ടാങ്കിൽ നിന്ന് 8% ഒഴുകിപ്പോയി. അപ്പോൾ ആദ്യം ഞാൻ എത്ര ലിറ്റർ ഒഴുകിപ്പോയെന്ന് നോക്കി. അതിന് 425ൻ്റെ 8% എത്ര എന്ന് കണ്ടുപിടിച്ചു. അപ്പോൾ എനിക്ക് മനസ്സിലായി അത് 34 ലിറ്ററാണ്. 34 ലിറ്റർ ഒഴുകിപ്പോയാൽ ബാക്കി എത്രയുണ്ടെന്ന് അറിയാൻ 425 നിന്ന് 34 കുറച്ചു. 425 നിന്ന് 34 കുറച്ചപ്പോൾ എനിക്ക് 391 ലിറ്റർ അവിടെ ഉണ്ട് ബാക്കി എന്ന് മനസ്സിലായി. ഇതൊരു മാർഗം. ഇനി മറ്റൊരു മാർഗം ഈ കണക്ക് ചെയ്യാൻ മക്കളെ, 425 ലിറ്ററിൽ നിന്ന് 8% ഒഴുകിപ്പോയില്ലേ? അപ്പോൾ 425ൻ്റെ 92% അവിടെ ബാക്കിയുണ്ടല്ലോ. 8% ഒഴുകിപ്പോയി അല്ലേ? അപ്പോൾ ബാക്കി 92% അവിടെ ഇല്ലേ? അപ്പം 425ൻ്റെ 92% എത്ര എന്ന് ഡയറക്റ്റ് കണ്ടുപിടിച്ചാൽ പോരെ? 8% വെള്ളം ഒഴുകിപ്പോയെങ്കിൽ ബാക്കി 92% വെള്ളം അവിടെയുണ്ട് അല്ലേ? അപ്പോൾ അവിടെ ഉള്ളത് എത്ര എന്നറിയാൻ 425ൻ്റെ 92% എത്ര എന്ന് നോക്കിയാൽ മതി. ആണോ? ഇത് കണ്ടുപിടിക്കാൻ 425 ഇൻറ്റു 92 ഡിവൈഡഡ് ബൈ 100 ചെയ്താൽ മതി. ശരിയാണോ? ഇത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് ഡയറക്റ്റ് ആൻസർ 391 ലിറ്റർ എന്ന് കിട്ടിക്കോളും. 391 ലിറ്റർ എന്ന് കിട്ടിക്കോളും. സോൾവ് ചെയ്യുന്നത് 25 വെച്ച് വെട്ടിക്കളയാം. ഇത് 4 തവണ, 25 വെച്ച് വെട്ടുമ്പം ഇത് 17 തവണ. ഇനി ഈ 4ഉം 92ഉം വെട്ടിക്കളയാം. 2 തവണ 8, ബാക്കി 12ൽ 3, 23 ഇൻറ്റു 17, 391 ലിറ്റർ എന്ന് കിട്ടും. അപ്പോൾ അതാണ് ഈ കണക്ക് ചെയ്യുന്ന 2 രീതികൾ. 8% ഒഴുകിപ്പോയാൽ ബാക്കി 92% ഉണ്ട്. അപ്പം 425ൻ്റെ 92% കണ്ടാൽ മതി. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ ചോദ്യത്തിൻ്റെ ആൻസർ 391 ലിറ്റർ ആണ്, ഓപ്ഷൻ സി. നെക്സ്റ്റ് ചോദ്യത്തിലേക്ക് വരാം. ഇഫ് എ പേഴ്സൺ വിത്ത് എ സാലറി ഓഫ് റുപ്പീസ് 15,000 ഗെറ്റ് എ 20% ഇൻക്രീസ്, വാട്ട് വിൽ ബി ദ ന്യൂ സാലറി? 15,000 രൂപ ശമ്പളമുള്ള ഒരാളുടെ ശമ്പളത്തിൽ 20% വർധന ഉണ്ടായാൽ പുതിയ ശമ്പളം എത്ര? ഓക്കെ, അപ്പോൾ ഇവിടെ ചോദിച്ചേക്കുന്നത് 15,000 രൂപ ഓൾറെഡി ഒരാൾക്ക് ശമ്പളം ഉണ്ട്. ഇയാളുടെ ശമ്പളം 20% വർദ്ധിച്ചു അല്ലേ? എങ്കിൽ അയാളുടെ പുതിയ ശമ്പളം എത്ര എന്നാണ്. അപ്പോൾ ഇത് നമുക്ക് 2 രീതിയിൽ ചെയ്യാം. ആദ്യം 20% വർദ്ധിച്ചു എന്ന് പറഞ്ഞിട്ടില്ലേ? 15,000 ആയിരുന്ന ശമ്പളമല്ലേ 20% വർദ്ധിച്ചത്? അപ്പോൾ ഈ 15,000ൻ്റെ 20% എത്ര എന്നാദ്യം കണ്ടുപിടിക്കാം. 15,000ൻ്റെ 20% എത്ര? എനിക്കറിയാം 20% കാണാൻ 10% 1,500. അപ്പോൾ 20% എന്ന് പറഞ്ഞാൽ 3,000. അപ്പോൾ 20% വർധന ഉണ്ടായെന്ന് പറഞ്ഞാൽ 3,000ൻ്റെ വർധന ഉണ്ടായെന്ന. അപ്പോൾ പുതിയ ശമ്പളം കാണാൻ 15,000 പ്ലസ് 3,000 ചെയ്യണം. ആണോ? അപ്പം നമ്മുടെ ആൻസർ കിട്ടുന്നത് 18,000 എന്നാണ്. 18,000 എന്നാണ്. ക്ലിയർ ആണോ? ഒന്നെങ്കിൽ ഇങ്ങനെ ചെയ്യാം. ഇനി അതല്ലെങ്കിലോ മക്കളെ, 15,000 ശമ്പളമുള്ള ആളുടെ ശമ്പളം 20% വർദ്ധിച്ചു എന്നല്ലേ? അപ്പം 15,000ൻ്റെ 120% എത്ര എന്ന് ഡയറക്റ്റ് കണ്ടുപിടിച്ചാൽ മതി. 120% എന്ന് പറഞ്ഞാൽ 15,000ൻ്റെ കൂടെ 15,000ൻ്റെ 20% കൂടെ കൂട്ടുന്നതാണ് 15,000ൻ്റെ 120% എന്ന് പറയുന്നത് അല്ലേ? അപ്പം 15,000 സാലറി ഉള്ള ആളുടെ സാലറി 20% വർദ്ധിച്ചാൽ പുതിയ സാലറി കാണാൻ 15,000ൻ്റെ 120% എത്ര എന്ന് ഡയറക്റ്റ് കണ്ടുപിടിച്ചാൽ മതി. അപ്പോൾ 15,000ൻ്റെ 120% എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? 15,000ൻ്റെ കൂടെ 15,000ൻ്റെ 20% കൂടെ കൂട്ടുന്ന സ്റ്റെപ്പിനെ ഒരുമിച്ച് എഴുതുന്നതാണ് 15,000ൻ്റെ 120%.
സോ ഇത് കാണാൻ വേണ്ടി നമുക്കറിയാം 15,000 ഇൻറ്റു എന്ത് ചെയ്യാം, ഇക്വേഷൻ യൂസ് ചെയ്യാം, ഇൻറ്റു 120 ഡിവൈഡഡ് ബൈ 100 ചെയ്താൽ മതി അല്ലേ മക്കളെ. അങ്ങനെയാണെങ്കിൽ ഈ 2 പൂജ്യവും വെട്ടിപ്പോയി ആൻസർ 18,000 എന്ന് ഡയറക്റ്റ്ലി കിട്ടും. ഇതാണ് ഈ കണക്ക് ചെയ്യാനുള്ള അടുത്ത മാർഗം. ഈ 2 രീതിക്കും ഈ കണക്ക് ചെയ്യാം. ഞാൻ കുറച്ച് കാര്യങ്ങൾ ഒന്ന് മനസ്സിലാക്കി തന്നോട്ടെ മക്കളെ. അതായത് നിങ്ങൾ മനസ്സിലാക്കേണ്ട ചെറിയ ബേസിക് കാര്യങ്ങൾ. 500ൻ്റെ ശ്രദ്ധിച്ചോണേ, 500ൻ്റെ 110% എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? 500ൻ്റെ 110% എന്ന് പറഞ്ഞാൽ 500ൻ്റെ കൂടെ 500ൻ്റെ 10% കൂടെ കൂട്ടുന്നതിനെ ഒരുമിച്ച് എഴുതുന്നതാണ് 500ൻ്റെ 110%. 500ൻ്റെ 100% പ്ലസ് 500ൻ്റെ 10%. അതാണ് 500ൻ്റെ 110%. ഇത് ആക്ച്വലി ഇങ്ങനെയാണ്, കുറച്ചുകൂടെ എക്സ്പാൻഡ് ചെയ്ത് എഴുതുവാണെങ്കിൽ 500ൻ്റെ 100% പ്ലസ് 500ൻ്റെ 10%. അതാണ് 500ൻ്റെ 110%. ഈ 500ൻ്റെ 100% എന്ന് പറഞ്ഞാൽ 500 തന്നെയല്ലേ. ഓക്കെ, നോക്കിക്കേ. 800ൻ്റെ അല്ലെങ്കിൽ 8000ൻ്റെ 130% എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? 8000ൻ്റെ 130% എന്ന് പറഞ്ഞാൽ 8000ൻ്റെ 100%ൻ്റെ കൂടെ 8000ൻ്റെ 100% 8000 തന്നെ. 8000ൻ്റെ 100%ൻ്റെ കൂടെ 8000ൻ്റെ 30% കൂടെ കൂട്ടുന്നത് ഒരുമിച്ച് എഴുതുന്നതാണ് 8000ൻ്റെ 130%. കണ്ടോ? അപ്പോൾ 8000 പ്ലസ് 8000ൻ്റെ 30% ആണ് 8000ൻ്റെ 130%. കണ്ടോ? അപ്പം 250ൻ്റെ 160% എന്ന് പറഞ്ഞാൽ എന്താണ്? 250ൻ്റെ 160% എന്ന് പറഞ്ഞ അർത്ഥം 250ൻ്റെ കൂടെ 250ൻ്റെ 60% കൂടെ കൂട്ടുന്നതാണ് 250ൻ്റെ 160%. 250ൻ്റെ കൂടെ 250ൻ്റെ 60% കൂടെ കൂട്ടുന്നതാണ് 250ൻ്റെ 160%. ഇനി തിരിച്ച് കുറയ്ക്കുന്ന സാഹചര്യം നോക്കാം. 180ൻ്റെ മക്കളെ 180ൻ്റെ 90% എന്ന് പറഞ്ഞാൽ എന്താണ്? 180ൻ്റെ 90% എന്ന് പറഞ്ഞാൽ 180ൽ നിന്നും 180ൻ്റെ 10% കൂടെ കുറയ്ക്കുന്നതാണ് 180ൻ്റെ 90% എന്ന് പറയുന്നത്. 180ൽ നിന്നും 180ൻ്റെ 10% കുറയ്ക്കുന്ന 2 സ്റ്റെപ്പ് ഒരുമിച്ച് എഴുതുന്നതാണ് 180ൻ്റെ 90%. അപ്പം 400ൻ്റെ ശ്രദ്ധിച്ചോ, 400ൻ്റെ 80% എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? 400ൻ്റെ 80% എന്ന് പറഞ്ഞാൽ 400ൽ നിന്നും 400ൻ്റെ 20% കുറയ്ക്കുന്നതിനെ ഒരുമിച്ച് പറയുന്നതാണ് 400ൻ്റെ 80%. ഈ ഒരു ബേസിക് ഐഡിയ ഉണ്ടായിരിക്കണം നമ്മൾ കണക്ക് ചെയ്യുമ്പം. ഇതോടുകൂടി നമ്മുടെ പെർസെൻറ്റേജിൻ്റെ ഫസ്റ്റ് പാർട്ട് വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. ഞാൻ പറഞ്ഞു ഇതൊരു ഇൻട്രഡക്ഷൻ വീഡിയോ ആയിരുന്നു. എന്താണ് പെർസെൻറ്റേജ് എന്ന് കുറേ ബേസിക് കൺസെപ്റ്റുകളും ലോജിക്കുകളും ചെറിയ ചെറിയ ഷോർട്ട് ട്രിക്കുകളും ഒക്കെയാണ് പഠിച്ചത്. ഇതൊക്കെ ഇനി മുന്നോട്ടുള്ള ചോദ്യങ്ങൾ ചെയ്യാൻ നമ്മളെ ഹെൽപ്പാകുന്ന ബേസിക് കൺസെപ്റ്റുകളാണ്. നന്നായിട്ട് മനസ്സിലാക്കുക. ഇത് കേട്ട് വൃത്തിയായിട്ട് നോട്ട് എഴുതി മുന്നോട്ട് പോകാൻ ശ്രമിക്കുക. ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് വീഡിയോയിൽ കാണാം. അതുവരെ ടാറ്റാ.